ആശ്വസിപ്പിക്കുന്നു, വിഷമിക്കണ്ട, മരണം എല്ലാവരുടെ മേലും വിധിക്കപ്പെട്ടതാണല്ലോ മുആദ്. ഞാനും മരിക്കേണ്ടവനാണ്, നിങ്ങളും മരിക്കേണ്ടവനാണ്, നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണ് മുആദ്. സമാധാനിപ്പിക്കുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിപ്പ് കിട്ടിയതാണ്, സൂറത്തുൻ നസ്ർ അവതരിച്ചതാണ്, സൂചന കിട്ടുകയാണ്. മാത്രമല്ല അതേ ഹിജ്റ 10-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഹബീബിന്റെ പ്രത്യേകത. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ നോമ്പായി കഴിഞ്ഞാൽ, റമളാനായി കഴിഞ്ഞാൽ, റമളാന്റെ അവസാന 10 കാന യഅതകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹു അല്ലാഹു തആല. മരണം വരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലെ അവസാനത്തെ 10 പള്ളിയിൽ തന്നെ ഭജനമിരിക്കുകയാണ്, ഇഅ്തികാഫിരിക്കുകയാണ്. 10 ദിവസം റസൂലുള്ള പള്ളിയിൽ. മരണം വരെ നുബുവത്ത് അല്ലെങ്കിൽ പ്രവാചകന്റെ ജീവിതത്തിൽ റമളാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട കാലം മുതൽ മരിക്കുന്നത് വരെ ഹബീബ് ഇഅ്തികാഫിരിക്കുന്നു. 10 ദിവസമാണ് നബി ഇഅ്തികാഫിരുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 10-ാം വർഷത്തിൽ ഇഅ്തികാഫിരുന്നത് 20 യൗമ, 20 ദിവസമാണ്. 20 ദിവസമാണ് നബി ഇഅ്തികാഫിരിക്കുന്നത്. എല്ലാ റമളാനിലും ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ദർസ് നടത്തി കൊടുക്കാറുണ്ട്. ഖുർആന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓതി കൊടുക്കാറുണ്ട്. എന്നാൽ ഹിജ്റ 10-ാം വർഷം റമളാനിൽ ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് 2 പ്രാവശ്യമാണ് ഖുർആൻ ദർസ് എടുത്തത്. 2 പ്രാവശ്യമാണ് ഖുർആൻ മുഴുവനായി ഓതി കൊടുക്കുന്നത്. മാത്രമല്ല അതേ ഹിജ്റ 10-ാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഹജ്ജ് നിർവഹിക്കുന്നത്. ആ ഹിജ്റ 10-ാം വർഷത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധമായ മക്കയുടെ മണ്ണിൽ കടന്നു വന്നിട്ട് ഹജ്ജ് നിർവഹിച്ചിട്ട് അവിടെ ജംറയിൽ എറിയാൻ പോകുമ്പോ നബി യർമി അൽ ജംറത വഹുവ അലാ ബഈരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വാഹനപ്പുറത്തിരുന്നു കൊണ്ട് ജംറയിൽ ഇറങ്ങുമ്പോ അവിടെ കൂടിയിട്ടുള്ള ഹബീബിന്റെ സ്വഹാബികളെ വിളിച്ചുകൊണ്ട് നബി പറയുന്നു, യാ അയ്യുഹന്നാസ് ഖുദൂ മനാസികകും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ. നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിച്ചോ ജനങ്ങളെ, ഹജ്ജ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചോ ജനങ്ങളെ, ഹജ്ജിന്റെ മനാസികുകളെ പഠിച്ചോ ജനങ്ങളെ. കാരണം ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ, ഈ കൊല്ലം കഴിഞ്ഞാൽ, ഈ ഹിജ്റ 10-ാം വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹജ്ജിന്റെ മനാസികുകൾ പഠിപ്പിച്ചു തരാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഹിജ്റ 10-ാം വർഷത്തിൽ ഹബീബിന്റെ വചനങ്ങളാണ്, നബി പറഞ്ഞ വചനങ്ങളാണ്. മനസ്സിലാക്കണം. കാരണം ഹിജ്റ 10-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി, തീരാറായി, ദൗത്യം കഴിയാറായി. അങ്ങയുടെ നുബുവത്തിന്റെ, റിസാലത്തിന്റെ, അതുപോലെ തന്നെ അജലിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്, അവസാനത്തേക്ക് എത്തുകയാണ്. അതുകൊണ്ട് ഇതാ ആ ഹിജ്റ 10-ാം വർഷം സൂചനകൾ നൽകി കടന്നുപോയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 11-ാം വർഷമാകുമ്പോ അതേ ആ സഫർ മാസത്തിന്റെ തുടക്കത്തിൽ, ഹിജ്റ 11-ാം വർഷത്തിലെ ആ സഫർ മാസത്തിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിൽ പോയിട്ട് അവിടെ സന്ദർശിക്കുകയാണ്. ഉഹുദിന്റെ രണഭൂമി അവിടെ പോയി സന്ദർശിക്കുന്നു. അവിടെ മറമാടിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ആ സന്ദർശനത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് മടങ്ങി വരുന്നു. എന്നിട്ട് മിമ്പറിലേക്ക് കയറുന്നു. എന്നിട്ട് നബി തന്റെ മുന്നിലുള്ളവരോട് പറയുകയാണ്, ഇന്നി ഫറതുകും വഅന ശഹീദുൻ അലൈക്കും ഇന്നി വല്ലാഹി ലഅൻദുറു ഇലാ ഹൗളി. നബി പറയുകയാണ്, ഞാൻ നേരത്തെ നിങ്ങളെ കാത്തു നിൽപ്പുണ്ടാകും കേട്ടോ, നേരത്തെ നിങ്ങളെ പ്രതീക്ഷിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ പരലോകത്ത് സർവ്വജനങ്ങളും ഒരുമിച്ച് കൂടുന്ന ആ നാളിൽ ഹശ്റിന്റെ മൈതാനിയിൽ ഞാനുണ്ടാകും. ആ കാഹളത്തിൽ ഊതിയിട്ട് ആളുകളെല്ലാം കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആ ദിനത്തിൽ, കുഴികളിൽ നിന്ന് എഴുന്നേറ്റിട്ട്, കബറുകളിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഓരോ മനുഷ്യനും അവിടെ വെച്ചുകൊണ്ട് ഇതാ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് യാ വൈലന മംബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഞങ്ങൾ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്, ആരാണ് ഞങ്ങൾ ആ ഉറക്കിൽ ശല്യപ്പെടുത്തിയതെന്ന് ചോദിച്ച് ആദ്യം അമ്പരപ്പെടുകയും പിന്നീട് ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഇതൊരിക്കലും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതല്ല, നേരെ മറിച്ച് പ്രവാചകന്മാരെങ്കിലും സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ ആ ഹശ്റിന്റെ ദിനമാണിത്, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളാണിതെന്ന് ആളുകൾ മനസ്സിലാക്കുന്ന ദിവസം, എല്ലാവരും അവനവന്റെ കാര്യം നോക്കുന്ന ദിവസം, ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളിൽ മുഹമ്മദ് നബി ഒഴികെയുള്ള മുഴുവൻ
അമ്പിയാക്കൾ പോലും യൗമ യദ്ഉ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ. ആദം അലൈഹിസ്സലാം മുതൽ ഈസാ നബി വരെയുള്ള മുഴുവൻ അമ്പിയാക്കൾ അവർ പോലും നഫ്സി 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 എന്ന് വിളിക്കുന്ന ആ ദിനത്തിൽ ഇന്നി ഫറതുക്കും, ഞാൻ നിങ്ങളെ കാത്തു നേരത്തെ അവിടെ ഉണ്ടാകും കേട്ടോ. ഇന്നി വാന ഷഹീദുൻ അലൈക്കും, ഞാൻ നിങ്ങൾക്ക് സാക്ഷികളായി എവിടെ വരും, നിങ്ങളുടെ ഈമാനിന് സാക്ഷികളായി, നിങ്ങളുടെ ഇസ്ലാമിന് സാക്ഷികളായി ഞാൻ അവിടെ ഉണ്ടാകും. മാത്രമല്ല വല്ലാഹി ലഅൻദുറു ഇലാ ഹൗദി, അവിടെ വന്നുകൊണ്ട് എന്നെ കാണുമെന്ന് നിങ്ങൾക്ക് കൊതിക്കുന്നുവെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ആ ഹൗദിലേക്ക് നിങ്ങൾ വരണം, ഹൗദുൽ കൗസറിന്റെ സമീപത്തിലേക്ക് നിങ്ങൾ വരണം. നബി അവിടെ വെച്ചുകൊണ്ട് ഉപദേശം നൽകുകയാണ്, തന്റെ സ്വഹാബത്തിനെ ഉപദേശിക്കുകയാണ്. എന്നിട്ട് നബിക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് പറയുകയാണ്, വഇന്നി ഖദ് ഉതീതു ഖസാഇന മഫാതീഹിൽ അർളി, ഭൂമിയുടെ ഖജാനകളുടെ താക്കോലുകൾ അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. വഇന്നി വല്ലാഹ് മാ അഖാഫു ബഅദി അൻ തുശ്രികൂ വലാകിൻ അഖാഫു അൻ തനാഫസൂ ഫീഹാ. എന്റെ നാവിൽ നിന്ന് ദീൻ പഠിച്ച എന്റെ സ്വഹാബത്തെ, എന്റെ അടുക്കൽ നിന്ന് തൗഹീദ് കേട്ട എന്റെ സ്വഹാബത്തെ, ഈ നിങ്ങൾ എന്റെ നാവിൽ നിന്ന് തൗഹീദ് കേട്ട എന്റെ സ്വഹാബത്തുകളായ നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന ഭയം എനിക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ അതേ പരസ്പരം കിടമത്സരം നടത്തുമോ എന്ന ഭയം എനിക്കുണ്ട്. നിങ്ങൾ പരസ്പരം നിങ്ങളുടെ മുൻഗാമികൾ കിടമത്സരം നടത്തിയതുപോലെ, പരസ്പരം മത്സരിച്ചതുപോലെ നിങ്ങൾ മത്സരിക്കുമെന്ന പേടി എനിക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിന് താക്കീത് നൽകുന്നു. മനസ്സിലാക്കണം. അങ്ങനെ ഹബീബിന്റെ ഉപദേശം കഴിഞ്ഞു. അതേ ആ സഫറിന്റെ ആ ദിനങ്ങൾ ഓരോന്നോരോന്നായി കൊഴിഞ്ഞ് സഫറിന്റെ അവസാന ഭാഗമെത്തുന്നു. ആ സഫറിന്റെ അവസാന ഭാഗമെത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരു സഹാബി, ആ സഹാബി വഫാത്തായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജനാസയെ അനുഗമിച്ച് അദ്ദേഹത്തെ ഖബറടക്കുന്നു. ബഖയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ ഖബറടക്കിയിട്ട് ഫലമ്മാ റജഅ, ആ മയ്യിത്ത് ഖബറടക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വരുമ്പോ വഴിയിൽ വെച്ചുകൊണ്ട് ഹബീബിന് ഒരു ചെറിയ തലവേദന അനുഭവപ്പെടുകയാണ്. ഒരു തലവേദന അനുഭവപ്പെടുകയാണ്. വഴിയിൽ വെച്ചുകൊണ്ട് അനുഭവപ്പെട്ട തലവേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വർദ്ധിച്ചു വന്നു. അതിങ്ങനെ കൂടി വരുമ്പോ ആ വേദന ആ സഫറിന്റെ അവസാന വാരം പിന്നിട്ട് റബീഉൽ അവ്വലിന്റെ തുടക്കത്തിലേക്ക് കയറുകയാണ്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന മൂർച്ഛിച്ചു എന്ന് മാത്രമല്ല, അവസാനം ആ വേദന പനിക്ക് വഴിമാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത പരിബാധിക്കുകയാണ്. എപ്പോഴാണ് ആ പരിബാധിക്കുന്നത്? ഹിജ്റ 11-ാം വർഷത്തിലെ റബീഉൽ അവ്വലിന്റെ തുടക്കത്തിൽ വളരെ ശക്തമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിബാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടുകിടാ വിറക്കുന്നു. ഹബീബ് അവിടുന്ന് പറയുന്നു, നിങ്ങളിൽ രണ്ടുപേർക്ക് പനിക്കുന്നത് പോലെ എനിക്ക് പനിക്കുന്നുണ്ട്, നിങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്നത് പോലെ എനിക്ക് പനിക്കുന്നുണ്ട്. മാത്രമല്ല പനി അങ്ങ് കട്ടിയായി ഇടക്കിടക്ക് ഹബീബിന്റെ ബോധം പോകാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധക്ഷയം സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ശക്തമായ രോഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിയുമ്പോഴും നബി നീതിയുടെ നിറകുടമാണ്. ആ നീതിയുടെ നിറകുടമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജീവിതത്തിന്റെ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നീതി പാലിക്കുകയാണ്. തന്റെ ഭാര്യമാർ, ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസവും ഓരോ ഭാര്യമാർക്ക് വേണ്ടി നീക്കിവെച്ചതാണ് ഹബീബിന്റെ ഭാര്യമാർ. ആ ഹബീബിന്റെ ഭാര്യമാർക്ക് ഓരോ ദിവസവും ഹബീബ് ഊഴം നൽകുന്നതാണ്. ആയിഷതു വ ഹഫ്സതു വ സൗദ സഫിയതു മൈമൂനതു വ റംല ഹിന്ദു വ സൈനബുൻ കദാ ജുവൈരിയ ബിൽ മുഅ്മിനീന ഉമ്മഹാതും മർളിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന നേരത്ത് ജീവനോടെ ഉണ്ടായിരുന്ന ഹബീബിന്റെ 9 ഭാര്യമാർ, ആ 9 ഭാര്യമാരിൽ ഓരോരുത്തരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീതി കാണിക്കുകയാണ്. ആ ഭാര്യമാരിൽ പ്രായം ചെന്ന വയസ്സായ സൗദാ ബീവിയുണ്ട്, യുവതിയായ ആയിഷ ബീവിയുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അവർക്കിടയിൽ നീതി കാണിച്ചില്ല. അതുകൊണ്ട് ആ രോഗം കൊണ്ട് വേദനയോടെ പ്രവാചകൻ അതേ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ കഴിച്ചു കൂട്ടുമ്പോഴും നബി ചോദിക്കുന്നുണ്ട്, ഐന അനഗദാ, ഐന അനഗദാ, നാളെ ഞാൻ ആരുടെ വീട്ടിലാണ്, നാളെ ഞാൻ ആരുടെ വീട്ടിലാണ്, നാളെ ഞാൻ ആരുടെ വീട്ടിലാണ്. നബിയോട് ഭാര്യമാര് പറഞ്ഞു, നബിയെ
നാളെ അങ്ങ് ഇന്നയാളുടെ വീട്ടിലാണെന്ന് ഹബീബിന് മറുപടി കിട്ടുമ്പോഴും വീണ്ടും നബി ചോദിച്ചു കൊണ്ടിരുന്നു, ഐന അന ഓദാ, നാളെ ഞാൻ എവിടെയാണ്? ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചത് റസൂലുള്ളാഹിയുടെ ഭാര്യമാര് ശ്രവിച്ചപ്പോ അവർക്ക് മനസ്സിലായി, യുരീദു യൗമ ആയിഷ. നബി ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത് അതേ യുവതിയായ അഥവാ റസൂലുള്ളാഹിയെ ഈ രോഗാതുരമായ അവസ്ഥയിൽ നന്നായി പരിപാലിക്കുവാനും പരിചരിക്കുവാനും കഴിയുന്ന ആയിഷ ബീവിയുടെ ദിവസം ഏതാണെന്ന് അറിയുവാൻ വേണ്ടിയാണ് നബി ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത് എന്ന് റസൂലുള്ളാഹിന്റെ ഭാര്യമാര് മനസ്സിലാക്കുമ്പോ ഫഅദിന ലഹു അസ്വാജുഹു യകൂനു ഹൈതു ശാ. ആ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ നബിക്ക് അങ്ങോട്ട് അനുവാദം കൊടുക്കുകയാണ്, നബിയെ എവിടെയാണ് നിങ്ങൾക്ക് നിൽക്കേണ്ടത്? ഞങ്ങൾക്ക് തൃപ്തിയാണ് നബിയെ, ഞങ്ങൾ പരാതി പറയില്ല നബിയെ, അങ്ങയുടെ ഇഷ്ടത്തിനൊത്ത് താങ്കൾക്ക് തീരുമാനിക്കാം നബിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭാര്യമാര് പറയുമ്പോ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോ ഹബീബിന്റെ അവസ്ഥ എന്താണെന്നറിയോ? അതേ ഇസ്ലാമിക ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകെ തളർന്നിട്ടുണ്ട്. ഒരു രാത്രി പോലും മുഅവ്വിദാത്ത് ഓതാതെ നബി ഉറങ്ങിയിട്ടില്ല. സൂറത്തുൽ ഫലക് ഓതാതെ, സൂറത്തുൻ നാസ് ഓതാതെ, സൂറത്തുൽ ഇഖ്ലാസ് ഓതാതെ, എന്നിട്ട് കൈലൂതാതെ, ശരീരമാസകലം തടവാതെ, അല്ലെങ്കിൽ തടവിയിട്ട് ഈ മുഅവ്വിദാത്തുകൾ ഓതിയിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിയിട്ടില്ല. രണ്ട് രൂപത്തിലും നബി ചെയ്യുമായിരുന്നു. ഓതിയിട്ട് നബി തടവുമായിരുന്നു, തടവിയിട്ട് നബി ഓതുമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടമാകുമ്പോ ആയിഷ ബീവി പറയുകയാണ്, ഫലമ്മഷ്തദ്ദ വജഉഹു, ഹബീബിന്റെ വേദന അങ്ങ് കട്ടുയായപ്പോ, രോഗമങ്ങ് മൂർച്ഛിച്ചപ്പോ, ആ മുഅവ്വിദാത്ത് പോലും ഓതാൻ കഴിയാത്ത അവസ്ഥയിൽ ഹബീബായപ്പോ, കുന്തു അഖറഉ അലൈഹി വഅംസഹു ബിയദിഹി റജാഅ ബറകതിഹാ, ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മുഅവ്വിദാത്ത് ഓതിയത്, ആ സൂറത്തുകൾ ഓതിയത്. എന്റെ പ്രിയതമൻ രോഗാതുരമായി കിടക്കുന്ന വേളയിൽ ഞാൻ മുഅവ്വിദാത്ത് ഓതിയിട്ട് ആ ഹബീബിന്റെ കയ്യിലേക്ക് ആ കൈ കൊണ്ട് തന്നെ വഅംസഹു ബിയദിഹി, നബിയുടെ കൈ കൊണ്ട് തന്നെ ഞാൻ നബിയുടെ ശരീരം തടകി കൊടുത്തു. എന്തുകൊണ്ട്? റജാഅ ബറകതിഹാ, ഈ ആയിഷയുടെ കൈക്കില്ലാത്ത ബർക്കത്ത് ഹബീബിന്റെ കൈകൊണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ നബിയുടെ കൈ കൊണ്ട് തന്നെ ഞാൻ തടവിക്കൊടുത്തു എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. മനസ്സിലാക്കണം, അത്രമാത്രം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തളർന്നു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം മൂർച്ഛിച്ചു പോയി. അങ്ങനെ ഈ ലോകത്തുനിന്ന് യാത്രയാകാൻ 5 ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ തന്റെ ഭാര്യമാരെ വിളിക്കുകയാണ്. എന്നിട്ട് ഭാര്യമാരോട് പറയുന്നു, ഈ മദീനയുടെ വ്യത്യസ്തങ്ങളായ 7 കിണറുകളിൽ നിന്ന് നിങ്ങൾ വെള്ളം കൊണ്ടുവരൂ, നിങ്ങൾ വെള്ളം ശേഖരിച്ചു കൊണ്ടുവരൂ. ഹരികൂ അലയ്യ മിൻ സബഇ ഖറബിൻ ലം എനിക്ക് ജനങ്ങളുടെ അടുക്കലേക്കൊന്ന് പോകണമെന്നുണ്ട്, എന്റെ സ്വഹാബത്തിന്റെ അടുക്കലേക്കൊന്ന് പോകണമെന്നുണ്ട്, അവരോട് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി മദീനയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ കുടികൊള്ളുന്ന 7 കിണറുകളിൽ നിന്ന് നിങ്ങൾ വെള്ളം കൊണ്ടുവരൂ. ഭാര്യമാര് കൊണ്ടുവരുന്നു. എന്നിട്ടോ ആയിഷ ബീവി പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹിയെ അതേ കുളിക്കുവാൻ വേണ്ടി അതേ ഒരിടത്ത് കൊണ്ടുപോയിരുത്തി. മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ആ കുളിപ്പുരയിൽ കൊണ്ടുപോയി ഞങ്ങൾ ഇരുത്തി. എന്നിട്ടോ സുമ്മ തഫഖനാ നസുബ്ബു അലൈഹി മിൻ തിൽകൽ ഖറബി, ആ 7 കിണറുകളിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം ഹബീബിന്റെ തലയിലൂടെ ഞങ്ങൾ ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചുകൊണ്ടേയിരുന്നു. എത്രത്തോളം എന്നറിയുമോ? ഹത്താ യുശീറു ഇലൈന അൻഖദ് ഫഅൽതുന്ന, മദി എന്ന് നബി പറയുന്നത് വരെ, മദി എന്ന് പറയുന്നത് വരെ ഞങ്ങൾ ആ വെള്ളം ഹബീബിന് ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ആ കുളി കഴിഞ്ഞു വഖറജ ഇലന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ പള്ളിയിലേക്ക് പോകുന്നു. അവശനായ ഹബീബ് ആ കുളി കഴിഞ്ഞു കിട്ടിയ ഉണർവിൽ നേരെ പള്ളിയിലേക്ക് പോയിട്ട് ഫസല്ലല്ലാഹും അവരുമായി നബി നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞു വഖതബഹും, നബി അവരോട് പ്രഭാഷണം നടത്തുകയാണ്, പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിലാണ് ഹബീബ് പറയുന്നത്. എന്താണ് പറയുന്നതെന്നറിയോ?
എന്നറിയുമോ? ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ് തന്റെ സ്വഹാബത്തിന്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, ലോകത്ത് കഴിഞ്ഞുപോയ മതവിഭാഗങ്ങളായ യഹൂദി നസ്റാക്കൾ അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയരായി കൂട്ടരെ. എങ്ങനെയെന്നറിയുമോ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയതിനാൽ. നിങ്ങൾ ചിന്തിക്കണം, മരണമാസന്നമായ ഘട്ടത്തിൽ നേതാവ് അത് പറയുകയാണ്, ഹബീബ് അത് പറയുകയാണ്. കാരണം എന്തെന്നറിയോ? ലോകത്ത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് സംഭവിച്ചതുപോലെ തനിക്ക് സംഭവിക്കാതിരിക്കാൻ തന്റെ അനുയായികൾക്ക് നൽകുന്ന വസിയ്യത്താണ്. അതേ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ഖബറുകളെ ജനങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ലഅനത്തിന് അവർ പാത്രീഭൂതരായിട്ടുണ്ട് ജനങ്ങളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞിട്ട് നബി പറയുന്നു, ഇന്നി അൻഹാ ഒരിക്കലും എന്റെ കാര്യത്തിൽ നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾ എങ്ങനെ ചെയ്യരുത്? നബി ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഇരു കരങ്ങളും ഉയർത്തി അല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതനൻ യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ അല്ലാഹ്. നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, ഇവിടെ അടുത്താണ് ഇടമുട്ടം. ആ ഇടമുട്ടത്ത് വെച്ച് ഒരു സംവാദം നടക്കുമ്പോ മറുഭാഗം അല്ലെങ്കിൽ മുജാഹിദ് ഭാഗത്ത് നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചപ്പോ മറുഭാഗത്ത് വന്ന ഉസ്താദ് മുജാഹിദുകളോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യം ഓർത്തു പോവുകയാണ്. എന്താണ് അന്നാ ഉസ്താദ് ചോദിച്ചതെന്നറിയോ? അള്ളാഹുവിനോട് നമ്മുടെ നബി ദുആ ചെയ്തിട്ട് ആ ദുആ അള്ളാഹ് സ്വീകരിച്ചില്ലേ മൗലവി? ഇടമുട്ട സംവാദത്തിന്റെ സീഡി ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് കേൾക്കണം. ഈ ചോദ്യം ഉണ്ടതിൽ, എന്ത്? ഈ ദുആ അല്ലാഹു സ്വീകരിച്ചില്ലേ മൗലവി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹബീബിന്റെ ദുആ അല്ലാഹു തട്ടോ? നബിയുടെ ദുആ അല്ലാഹു തട്ടോ? ഒരിക്കലും തട്ടൂല. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, ഇന്നിവിടെ നടക്കുന്ന പ്രഭാഷണം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ, ഈ സമയത്ത് തന്നെ, ഈ നിമിഷത്തിൽ തന്നെ അങ്ങ് യൂറോപ്പിൽ ഇരുന്നു കൊണ്ട് കേൾക്കാൻ കഴിയുന്ന, സൗദി അറേബ്യയിൽ ഇരുന്നു കൊണ്ട് കേൾക്കാൻ കഴിയുന്ന, ലണ്ടനിൽ ഇരുന്നു കൊണ്ട് കേൾക്കാൻ കഴിയുന്ന, ചൈനയിൽ ഇരുന്നു കൊണ്ട് കേൾക്കാൻ കഴിയുന്ന, ആഫ്രിക്കൻ നാടുകളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്ന, ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും തത്സമയം ലൈവായി ഒരുപാട് വലിയ ആ സംവിധാനങ്ങളുടെ അകമ്പടിയില്ലാതെ കേൾപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്, അല്ലേ? ഇന്ത്യ എന്ന ദരിദ്ര രാജ്യം എന്നറിയപ്പെട്ടിരുന്ന ഈ രാജ്യം പോലും അതേ ചൊവ്വയിലേക്ക് ഉപഗ്രഹങ്ങൾ അയക്കുന്ന ആ ഒരു തലത്തിലേക്ക് ഉയർന്നിട്ടുള്ള മംഗൾയാൻ യുഗത്തിൽ ജീവിക്കുമ്പോ, മാന്യ സഹോദരങ്ങളെ, ഒരു ചെറിയ കുട്ടി വിചാരിച്ചാൽ നാട്ടിലെ ഒരു വിശേഷം അല്ലെങ്കിൽ ഒരു മാവ് അല്ലെങ്കിൽ വികൃതമായി കൊലച്ച ഒരു വാഴ, ആ വാഴയുടെ ചിത്രം ലോകമൊട്ടാകെ പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മറക്കപ്പെട്ടു പോയി. ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഈ ഭൂമിക്ക് മുകളിൽ, ഈ സൗദി അറേബ്യയിൽ, അതുപോലെ തന്നെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കവർ ചെയ്യപ്പെട്ടു പോയി, സംരക്ഷിക്കപ്പെട്ടു പോയി. ആർക്കും പടച്ചോനത് വിട്ടുകൊടുത്തില്ല. ആരൊക്കെ ഭരിച്ചു മദീന? ആരൊക്കെ ഭരിച്ചു സൗദി അറേബ്യ? ഏതൊക്കെ ഭരണാധികാരികൾ കടന്നുപോയി? ഫാത്തിമിയ ഷിയാക്കൾ, അവർക്ക് അവരോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗങ്ങൾ ആ നാട് ഭരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിയാക്കളിൽ തന്നെ മറ്റു വിഭാഗങ്ങൾ ആ നാട് ഭരിച്ചിട്ടുണ്ട്. തുർക്കികൾ ആ നാട് ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും ആ നാട് ഭരിച്ചിട്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സംരക്ഷിക്കപ്പെട്ടു പോയി. എന്തുകൊണ്ടെന്നറിയോ? റസൂലുള്ളാഹിന്റെ ഒരു ദുആ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വതനൻ യുഅബദ്. നാദാ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ അല്ലാഹ്. മനസ്സിലാക്കണം, ആ ഹബീബ് വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് തന്റെ ജനങ്ങൾക്ക് നൽകിയ താക്കീതാണ്, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. യഹൂദ നസ്റാക്കൾ അല്ലാഹുവിന്റെ ശാപകോപത്തിന് വിധേയരായത് അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയതിനാലാണ്. ഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ നിങ്ങളെ തൊട്ടത് വിരോധിക്കുകയാണെന്ന് നമ്മുടെ നേതാവ് പറയുന്നു. മാത്രമല്ല, ജലസാലൽ മിമ്പർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിമ്പറിൽ ഇരുന്നു.
എന്നിട്ട് നബി പറയാണ് ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹ് ബൈന അയ്യുതിയഹു മിൻ സഹറത്തി ദുനിയാ മാശാ വബൈന മാ ഇൻദ ഫഖ്താറ മാ ഇൻദ. അല്ലാഹുവിന്റെ ഒരു അടിമ, ആ അടിമയോട് അല്ലാഹ് പറഞ്ഞു, ഓ നിനക്ക് ഈ ദുനിയാവ് മുഴുവനും തരാം, ഈ ദുനിയാവിലെ മുഴുവൻ അലങ്കാരങ്ങളും നിനക്ക് തരാം, ഈ ദുനിയാവിലെ സർവ്വ സിംഹാസനങ്ങളും നിനക്ക് തരാം, ഈ ദുനിയാവിലെ സർവ്വ സുഖാനുഭവങ്ങളും നിനക്ക് തരാം. ഇനി അതല്ല, അത് വേണ്ട എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ അടുക്കലുള്ള ഉന്നതമായ സ്വർഗം നിനക്ക് തരാം. ഇത് രണ്ടിൽ ഏതാണ് നിനക്ക് വേണ്ടത് എന്ന് ആ അടിമയോട് അല്ലാഹ് പറയുകയും അത് തെരഞ്ഞെടുക്കുവാൻ അവസരം കൊടുക്കുകയും ചെയ്തപ്പോ ആ അടിമ ദുനിയാവിലെ സർവ്വ സുഖഭോഗങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സർവ്വസുഖ സൗകര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലുള്ള ആ സ്വർഗം തെരഞ്ഞെടുത്തു പോയി. ഒരടിമ ആ സ്വർഗം തെരഞ്ഞെടുത്തു പോയി എന്ന് നബി പറയുമ്പോ അത് കേട്ടുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. അവിടെ വെച്ചുകൊണ്ടത് കേട്ട മാത്രയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫദൈനാക ബിആബാഇനാ വ ഉമ്മഹാതിനാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ ഉപ്പമാരും ഉമ്മമാരും അങ്ങക്ക് ഫിദയാണ് നബിയേ. ഞങ്ങളുടെ ഉപ്പമാരും ഞങ്ങളുടെ ഉമ്മമാരും അങ്ങക്ക് പ്രായശ്ചിത്തമാണ് നബിയേ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് പറയുകയാണ്. അവിടെ കൂടിയിരുന്ന വേറെ ചില ആളുകളുണ്ട്, സ്വഹാബികൾ തന്നെ, അവർക്കിത് മനസ്സിലായില്ല, ഇത് രണ്ടും മനസ്സിലായില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോ ഫാജിബിനാ ലഹു വഖാല അന്നാസ്, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവര് അത്ഭുതത്തോടെ പറയുകയാണ്, ഉൻദുറു ഇലാ ഹാദാ ശൈഖ്. അബൂബക്കർ സിദ്ദീഖിനെ ചൂണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾ നോക്ക്, ഈ അബൂബക്കറിനെ നോക്ക്, ഈ ശൈഖിനെ നോക്ക്. യുഖ്ബിറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ അബ്ദിൻ ഖയ്യറഹുല്ലാഹു ബൈന അയ്യുതിയഹു മിൻ സഹറത്തി ദുനിയാ വബൈന മാ ഇൻദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് മുഴുവൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ദുനിയാവ് മുഴുവനും ഒഴിവാക്കിയിട്ട് അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗം തിരഞ്ഞെടുത്ത ഒരു അടിമയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ദായി ശൈഖ് പറയുകയാണ്, ഫദൈനാക ബിആബാഇനാ വ ഉമ്മഹാതിനാ, ഞങ്ങളുടെ ഉപ്പമാരും ഉമ്മമാരും അങ്ങക്ക് പ്രായശ്ചിത്തമാണ് എന്ന് ഈ ശൈഖ് നബിയോട് പറയുകയാണ്. അവർ അത്ഭുതത്തോടെ അബൂബക്കർ സിദ്ദീഖിനെ ചൂണ്ടിയിട്ട് പറയാൻ കാര്യം, ഈ ഭൂരിഭാഗം ആളുകൾക്ക് നബിയുടെ വർത്തമാനത്തിന്റെ പൊരുൾ മനസ്സിലായില്ല, നബി എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. അത് മനസ്സിലാക്കിയ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാ പറഞ്ഞത് ഫദൈനാക ബിആബാഇനാ വ ഉമ്മഹാതിനാ, ഞങ്ങളുടെ ഉപ്പമാരും ഉമ്മമാരും അങ്ങക്ക് പ്രായശ്ചിത്തമാണ് നബിയെ. കാരണം ആ അടിമ ആരായിരുന്നെന്നറിയോ? ഈ ദുനിയാവ് മുഴുവനും അല്ലാഹ് കൊടുക്കാം, ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ മുഴുവനും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്വർഗം തിരഞ്ഞെടുത്ത ആ മുഖയ്യറാണ്. അതേ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുവൽ മുഖയ്യർ. ഈ ദുനിയാവ് മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ സ്വർഗം തിരഞ്ഞെടുത്തയാള് അത് മറ്റാരുമല്ല, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയായിരുന്നു. ആ അടിമ തന്നെയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്, ഫദൈനാക ബിആബാഇനാ വ ഉമ്മഹാതിനാ, ഓ നബിയേ, ഞങ്ങളുടെ ഉപ്പമാരും ഞങ്ങളുടെ ഉമ്മമാരും അങ്ങക്ക് ഫിദയാണ് നബിയേ. ആ ദിവസം അഥവാ ഹബീബ് വഫാത്താകുന്നതിന് 5 ദിവസം ബാക്കി നിൽക്കുമ്പോ അവിടെ വെച്ച് നബി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്നമിൻ അമന്നില്ലാഹി അലൈ അമന്നിന്നാസി അലൈ ഇന്നമിൻ അമന്നിന്നാസി അലൈ ഫീ സുഹ്ബതിഹി വമാലിഹി. ഞാൻ എന്റെ ജീവിതത്തിൽ സാമ്പത്തികമായും സഹവാസത്തിലും ഏറ്റവും നിർഭയമായി ഇടപെട്ടത്, ഏറ്റവും നല്ല നിലയിൽ പെരുമാറിയത് അത് മറ്റാരുമായിട്ടല്ല, അബൂബക്കർ ഞാനുമായി ഏറ്റവും വിശ്വസ്തമായി പെരുമാറിയ വ്യക്തിത്വം അബൂബക്കറാണ്. അബൂബക്കർ എന്ന എന്റെ ചങ്ങാതിയുമായിട്ടാണ്. വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ മിൻ ഉമ്മത്തി ലത്തഖൽതു അബൂബക്കർ. അതെ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഞാൻ ഒരു ചങ്ങാതിയെ തെരഞ്ഞെടുക്കുമെങ്കിൽ, ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുമെങ്കിൽ അത് അബൂബക്കറിനെ ആയിരിക്കും തെരഞ്ഞെടുക്കുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. തന്റെ ചങ്ങാതിയോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ച് ആ ചങ്ങാതിക്കുള്ള സ്ഥാനം പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകതകൾ പറഞ്ഞ് പിന്നെ റസൂല് പറഞ്ഞു, ഈ പള്ളിയിലേക്ക് ഒരുപാട് പ്രൈവറ്റ് കവാടങ്ങളുണ്ട്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് വാതിലുകളുണ്ട്. വേറെ ചില ആളുകളും പ്രൈവറ്റായി വാതിലുകൾ ഇട്ടിട്ടുണ്ട്. നബി പറഞ്ഞു, ലാ യബ്ഖയന്ന ഫിൽ മസ്ജിദി ഖൗഖ ഇല്ലാ ഖൗഖതു അബീബക്കർ. എല്ലാ കവാടങ്ങളും ക്ലോസ് ചെയ്യണം, എല്ലാ പ്രൈവറ്റ് ഡോറുകളും ക്ലോസ് ചെയ്യണം പള്ളിയിലേക്കുള്ള.
ആരുടെ ഡോർ ഒഴികെ? അബൂബക്കറിന്റെ ഡോർ ഒഴികെ. ബാക്കിയെല്ലാം ക്ലോസ് ചെയ്യാൻ നബി പറഞ്ഞു. എല്ലാം ക്ലോസ് ചെയ്യിച്ചു, അടപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ആ ദിവസം കഴിഞ്ഞു പോയി. ഇതാ ഇനി ഹബീബ് വഫാത്താകാൻ 4 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നും പള്ളിയിലേക്ക് വന്നു മഗ്രിബ് വരെ. ആ 4 ദിവസം ബാക്കിയുള്ളപ്പോഴും മഗ്രിബ് വരെ പള്ളിയിൽ വന്നു. അന്നത്തെ മഗ്രിബ് നമസ്കാരത്തിൽ ഹബീബ് വന്നിട്ട് ഓതി വൽ മുർസലാത്തി ഉർഫാ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുർസലാത്ത് അന്നത്തെ മഗ്രിബ് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. ആ മഗ്രിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ട് അന്ന് സൂറത്തുൽ മുർസലാത്ത് ഓതിയിട്ട് ആ മഗ്രിബ് നമസ്കാരം പൂർത്തിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ആ വീട്ടിലേക്ക് മടങ്ങിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാഇന് ബാങ്ക് കൊടുത്തു. പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതനായി വീഴുകയാണ്. ഹബീബിന് ബോധം നഷ്ടപ്പെട്ടു പോകുന്നു. കുറെ നേരം കഴിഞ്ഞ് ഹബീബിന് ബോധം വീഴുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, അസ്വല്ലന്നാസ്, നമസ്കരിച്ചോ? എല്ലാവരും നമസ്കരിച്ചോ? റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പറയാൻ, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബി, അവർ നമസ്കരിച്ചിട്ടില്ല. ഹും യന്തളിറൂനക, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. നബി ഉടൻ തന്നെ പറയാണ്, ലഊലി മാഅൻ ഫിൽ മഖ്ലബ്, എനിക്ക് വെള്ളം ഒഴിച്ചുതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം ഒഴിപ്പിക്കുന്നു. നബിയുടെ ഭാര്യമാര് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഒരൽപ്പം ഓജസ് ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ആരോഗ്യമുണ്ടാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമ്മ ദഹബ ലിയനൂഅ ഫഉഗ്മിയ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ബോധം കെട്ട് വീഴുന്നു. വീണ്ടും കുറെ നേരം കഴിഞ്ഞിട്ട് ബോധം തെളിയുമ്പോൾ നബി ചോദിക്കുന്നു, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ? ഭാര്യമാര് പറയാനില്ല, ഇല്ല നബിയെ, ഹും യന്തളിറൂനക, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. നബി വീണ്ടും പറയാണ്, ലഊലിമാ, എനിക്ക് വെള്ളമൊഴിച്ചതാ. വെള്ളമൊഴിച്ചു കൊടുക്കുന്നു. വീണ്ടും നബി ലിയനു പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ നബി ബോധം കെട്ട് വീഴുകയാണ്. വീണ്ടും ബോധം വീഴുമ്പോ നബി ചോദിക്കുന്നു, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ? ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അവസാനം ഹബീബിന് മനസ്സിലായി, ഈ ദിവസം ഇനി പള്ളിയിലേക്ക് പോകാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ അങ്ങേറ്റം അവശനായി വീഴുമ്പോ നബി പറയാണ്, നിങ്ങൾ പോകണം അബൂബക്കറിന്റെ അടുക്കലേക്ക്. എന്നിട്ടോ അബൂബക്കറിനോട് ഇമാമ് നിന്ന് നമസ്കരിക്കാൻ, ജനങ്ങൾക്ക് ഇമാമ് നമസ്കരിക്കാൻ വേണ്ടി പറയണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ആളുകൾ ചെന്നിട്ട് പറയാണ്, യഅ്മുറുക അൻ തുസല്ലിയ ബിന്നാസ്, ജനങ്ങളുമായി ഇമാമ് നിന്നുകൊണ്ട്, അവർക്ക് ഇമാമ് നിന്നുകൊണ്ട് നമസ്കരിക്കാൻ അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ വകാന റജുലൻ റഖീഖ, ലോല ഹൃദയനാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോ അത് കേട്ടിട്ട് ആ ആയത്തുകളുടെ ആശയങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാതെ കരയുന്ന സ്വഭാവം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, യാ ഉമർ, ഉമറേ സല്ലി ബിന്നാസ്, നിങ്ങൾ ജനങ്ങളുമായി നമസ്കരിക്കുക, നിങ്ങൾ ഇമാമ നിൽക്ക്. എനിക്ക് ഖുർആൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞോണം എന്നില്ല, നിങ്ങൾ ഇമാമ നിൽക്ക് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അന്ത അഹഖു ബിദാലിക്, എന്നെക്കാൾ യോഗ്യൻ നിങ്ങൾ തന്നെയാണ്, നിങ്ങളാണ് ഇമാമ നിൽക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് മാറുന്നു. അവസാനം ഫസല്ല അബൂബക്കർ തിൽക്കൽ അയ്യാം, ആ ദിവസങ്ങളിൽ, ബാക്കിയുള്ള ദിനങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ജനങ്ങൾക്ക് ഇമാമായി നിന്ന് നമസ്കരിക്കുന്നത്. ആ മഗ്രിബിന് ശേഷമുള്ള ഇശാ മുതൽ ഇങ്ങോട്ടുള്ള നമസ്കാരങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ്. പക്ഷെ പല നമസ്കാരവും ശുദ്ധ ഖുർആന്റെ ആയത്ത് ഇങ്ങനെ ഓതുമ്പോ ആ സൂറത്തുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ പൊട്ടിക്കരയുമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വല്ലാതെ വശ്യതയുള്ള ഖിറാഅത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത്. അതുകൊണ്ടാണ് എത്യോപ്യയിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയപ്പോ, നാട് വിട്ടപ്പോ വഴിയിൽ വെച്ച് ഇബ്നു ദുഗന്ന കണ്ടത്. യൂതനാണ് അദ്ദേഹം. ഈ ഇബ്നു ദുഗന്ന കണ്ടപ്പോ ചോദിച്ചു അബൂബക്കറിനോട്, എങ്ങോട്ടാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ പോവാണ്, എത്യോപ്യയിലേക്ക് പോവാണ്, ഇവിടെ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല, മുവഹിദായിട്ട് ജീവിക്കാൻ പറ്റില്ല, ഊര് വിലക്കിയതാണ്, മഹല്ല് വിലക്കി, നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഇവര് ബഹിഷ്കരിക്കാൻ, അതുകൊണ്ട് എത്യോപ്യയിലേക്ക് പോവാണ്, നാട് വിടാൻ. ആ ഇബ്നു ദുഗന്ന തടഞ്ഞു നിർത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങളെപ്പോലെ നല്ല മനുഷ്യർ ഈ നാട്ടിൽ നിന്ന് പോയാ പിന്നെ ആരെവിടെ ഉള്ളത്? വാ, ഈ നാട് മുഴുവൻ നിങ്ങളെ ബഹിഷ്കരിച്ചാലും ഞാൻ നിങ്ങൾക്ക് അഭയം തരാം. ആ മനുഷ്യൻ വിളിച്ചുകൊണ്ടുപോയി വീട്ടിലേക്ക്, എന്റെ ഖുറൈശികളുടെ അടുക്കൽ കൊണ്ടുപോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള നല്ല മനുഷ്യരെ നിങ്ങൾ ആട്ടിപ്പായിക്കുകയാണോ? നാട് കടത്തുകയാണോ? ഇങ്ങനെയുള്ള നല്ല മനുഷ്യരെ പറഞ്ഞു വിടുകയാണോ? ഇവരിവിടെ വേണ്ടവരാണ്, ഈ വീട്ടിൽ താമസിക്കേണ്ട, ഈ നാട്ടിൽ ഉണ്ടാകേണ്ടവരാണ്.
ഞാൻ അഭയം കൊടുക്കുകയാണ് അബൂബക്കറിന്, ആരും പ്രശ്നം ഉണ്ടാക്കരുത്. ഇബ്നു ദുഗന്ന അഭയം കൊടുത്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് വീട്ടിൽ നിന്ന് ഉറക്കെ ഖുർആൻ ഓതും. അത് കേൾക്കുമ്പോൾ അയൽപക്കത്തുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഖിറാഅത്ത് കേൾക്കാൻ ഇറങ്ങി വരുമായിരുന്നു എന്നാണ്. അവസാനം ഖുറൈശികൾ ഇബ്നു ദുഗന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഭയം കൊടുത്തതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, അബൂബക്കറിനെ നീ പരിഗണിച്ചതിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ അബൂബക്കർ എന്തോ ഓതുന്നുണ്ട്, എന്തോ വായിക്കുന്നുണ്ട്, അത് ഞങ്ങളുടെ പെൺമക്കളെ, ഞങ്ങളുടെ മക്കളെയും സ്ത്രീകളെയും വസ്വാസിലാക്കുന്നുണ്ട്, പ്രയാസത്തിലാക്കുന്നുണ്ട്, അതുകൊണ്ട് അത് നിർത്താൻ പറയണം. ഇബ്നു ദുഗന്ന ചെന്നിട്ട് പറഞ്ഞു, താങ്കൾ ഈ നാട്ടിൽ വേണ്ടവൻ തന്നെ, പക്ഷെ ഇതിങ്ങനെ കേൾപ്പിച്ചാൽ ആകെ പ്രശ്നമാകും, എന്റെ വീട്ടിലും പ്രശ്നമാകും, അയൽവക്കത്തെ വീട്ടിലും പ്രശ്നമാകും, അതുകൊണ്ട് ഇതൊന്ന് നിർത്തോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, വേണ്ട, ഇത് നിർത്തിയിട്ടൊരു അഭയവും എനിക്ക് വേണ്ട. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവിടെ എഴുന്നേൽക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഈ നിലക്ക് വശ്യമായ ഖിറാഅത്തിന്റെ ഉടമയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആന്റെ ആയത്തുകൾ നമസ്കാരത്തിൽ ഇങ്ങനെ ഓതുമ്പോ അദ്ദേഹം ഇങ്ങനെ പൊട്ടിക്കരയുമായിരുന്നു എന്നാണ്. വറുചട്ടിയിൽ നിന്ന് ഉണ്ടാകുന്ന ശബ്ദം പോലെ അദ്ദേഹത്തിന്റെ കരച്ചിൽ മാറുമ്പോ ഒരിക്കൽ ആയിഷ ബീവി നബി വല്ലാതെ വിഷമിച്ച് തളർന്നു കിടക്കുമ്പോ നബിയുടെ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഉപ്പ അബൂബക്കർ അദ്ദേഹം റജുലുൻ റഖീഖ്, ലോല ഹൃദയനാണ്. ഇദാ ഖറഅ വലബഹുൽ ബുകാ, ഖുർആൻ ഓതുമ്പോൾ അദ്ദേഹം കരഞ്ഞു പോകുന്നു, പൂർത്തിയാക്കാൻ കഴിയുന്നില്ല നബിയെ. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും ഇമാമത്ത് ഏൽപ്പിക്കണം എന്ന് ആയിഷ ബീവി പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടന്ന് പറഞ്ഞു, മുറൂ ഫയുസല്ലി, അദ്ദേഹത്തോട് തന്നെ കൽപ്പിക്കണം, അദ്ദേഹം തന്നെ ഇമാമ നിൽക്കണം. ഇത് കേട്ടപ്പോ ആയിഷ ബീവി വീണ്ടും പറഞ്ഞു, അല്ല നബി, എന്റെ ഉപ്പയാണ്, ലോല ഹൃദയനാണ്, ദേഷ്യമുള്ളത് കൊണ്ടല്ല, അദ്ദേഹം നമസ്കരിക്കാൻ നിന്നാ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. വീണ്ടും നബി പറഞ്ഞു, മുറു ഫയുസല്ലി, അദ്ദേഹത്തോട് തന്നെ കൽപ്പിക്കുക, അദ്ദേഹം നിൽക്കട്ടെ. വീണ്ടും ആയിഷ ബീവി പറഞ്ഞു, എന്റെ ഉപ്പക്ക് ഖുർആൻ പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നബിയെ. നബി പറഞ്ഞു, മുറു ഫയുസല്ലി ഇന്നകുന്ന സവാഹിബു യൂസുഫ്, അദ്ദേഹത്തോട് തന്നെ കൽപ്പിക്ക്, അദ്ദേഹം ഇമാമ നിൽക്കട്ടെ. നിങ്ങളുടെ വർഗം എന്ന് പറഞ്ഞാൽ തന്നെ യൂസുഫിനെ കറക്കിയ ആൾക്കാരാണ്, അതുകൊണ്ട് ഇനി പറയണ്ടെന്നതിന്റെ അർത്ഥം. നിങ്ങളുടെ ആളുകളുണ്ടല്ലോ, ആളുകളാണ് യൂസുഫിനെ കറക്കിയത്, ആ യൂസുഫിനെ കറക്കിയ ആൾക്കാരെ നിങ്ങൾ, അതുകൊണ്ട് അദ്ദേഹത്തോട് തന്നെ നിങ്ങൾ കൽപ്പിക്കണം എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇമാമ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിയാൻ വേണ്ടിയിട്ട് 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന വേള, ആ വേളയിൽ ഇതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നിമിഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ വജദ മിൻ നഫ്സിഹി ഖിഫ, പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസുഖം കുറഞ്ഞു, വേദന കുറഞ്ഞു. വേദന കുറഞ്ഞപ്പോൾ നബി പറയാണ്, ഒരു ദുഹറിന്റെ സമയമാണ്, ആ സമയത്ത് നബി പറയാണ്, എനിക്കൊന്ന് പള്ളിയിലേക്ക് പോകണം, ഇന്നത്തെ ദുഹർ എനിക്ക് പള്ളിയിൽ ചെല്ലണം. ഒരൽപ്പ രോഗം കുറഞ്ഞിട്ടേ ഉള്ളൂ, പ്രയാസം മാറിയിട്ടേ ഉള്ളൂ. നബിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോഴും നബി പറഞ്ഞു, എനിക്ക് പള്ളിയിൽ പോകണം. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവിടെയുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അവിടെയുണ്ട്. രണ്ടാളുകളെയും തോളത്ത് ഹബീബ് കൈയിടുകയാണ്. എന്നിട്ട് നബി നേരെ പള്ളിയിലേക്ക് പോകുന്നു ആ ദുഹറിന്. ഹദീസിന്റെ താളുകളിൽ കാണാം, അന്ന് നബി പള്ളിയിലേക്ക് പോകുമ്പോൾ ഹബീബ് പോയ വഴിയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു നീങ്ങിയ വഴിയിൽ ഒരു വര ഇങ്ങനെ രൂപപ്പെട്ടിരുന്നു, ഒരു ചാല് പോലെ. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിങ്ങനെ തളർന്നു കിടക്കുകയായിരുന്നു. അത് നിലത്തുറപ്പിക്കാൻ കഴിയാതെ തളർന്നു കിടന്ന ഹബീബിന്റെ കാല് ആ മണ്ണിലൂടെ ഉരഞ്ഞിട്ട് ഹബീബ് പോയ വഴിയിൽ ഒരു വര രൂപപ്പെട്ടിരുന്നു എന്ന് ഹദീസിന്റെ താളുകളിൽ കാണുന്നു. അത്രത്തോളം നബി തളർന്നിട്ടുണ്ട്, എന്നാൽ രോഗമൽപ്പം കുറഞ്ഞിട്ടുണ്ട്. നേരെ പള്ളിയിലേക്ക് പോയി. നബി പള്ളിയിലേക്ക് കയറുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഉടൻ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറകിലേക്ക് മാറുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇമാം നിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പുറകിലേക്ക് നീങ്ങിക്കൊടുക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊണ്ട് കാണിക്കുന്നു, നീ തന്നെ ഇമാം നിന്നോ. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാം നിൽക്കുന്നില്ല, നേരെ മറിച്ച് അദ്ദേഹം പുറകിലേക്ക് തന്നെ നിന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. അബൂബക്കർ മനസ്സിലാക്കി, ഒരിക്കലും മുഹമ്മദ് നബി നിൽക്കുമ്പോൾ ഇമാമ നിൽക്കാൻ പറ്റിയ ആളല്ല ഞാൻ. ആ അദബ്, ആ മര്യാദ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വന്നു, എന്നിട്ട് അവിടെ ഇരുന്ന് നമസ്കരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കണ്ട് നമസ്കരിച്ചു. എന്നിട്ടോ ബാക്കിയുള്ളവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്തുടർന്ന് നമസ്കരിച്ചു എന്ന് ഹദീസിൽ കാണാം.
ആ ളുഹർ കഴിഞ്ഞ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങി പോന്നു. പിന്നെ നബിക്ക് പള്ളിയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസവും അങ്ങനെ തള്ളി നീക്കി. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അഥവാ ഹിജ്റ 11 റബീഉൽ അവ്വൽ 11 ആ 11ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തുകയാണ്. ആ റബീഉൽ അവ്വൽ 11 ആകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ തന്റെ ഭാര്യമാരോട് പറയുന്നു, എന്റെ സമ്പത്ത് അവിടെയുണ്ട്, ഈ മുഹമ്മദിന്റെ സമ്പാദ്യം അവിടെയുണ്ട്, ഈ മുഹമ്മദിന്റെ ബാലൻസ് അവിടെയുണ്ട്, അവിടെ കിഴിയിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, അത് എടുത്തുകൊണ്ട് വരൂ ആയിഷ. ആയിഷ ബീവി പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ലോകം കണ്ട നീതിമാനായ ഭരണാധികാരിയുടെ ആ സമ്പത്തിന്റെ ആ സഞ്ചി എടുത്തുകൊണ്ട് വരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊന്ന് തുറന്നു നോക്കുമ്പോ 6-7 ദീനാർ അതിൽ ബാക്കിയുണ്ട്. നമ്മുടെ നബിയുടെ സമ്പാദ്യമാണ് വഫാത്താകുമ്പോ 7 ദീനാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പത്ത് അതാണ്. ആ 7 ദീനാർ ആയിഷ ബീവിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, മുഹമ്മദിന് ഈ 7 ദീനാർ ഇനി ബാക്കി ഉണ്ടാകരുത്, ആ 7 ദീനാറും സദഖ ചെയ്യണം. 7 ദീനാറും സദഖ ചെയ്യാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അടിമയുണ്ടായിരുന്നു, ഒരു കുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ സ്വതന്ത്രനാണ്, നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു. ആ മകനെ സ്വതന്ത്രനാക്കി വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ആയുധങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ആ ആയുധങ്ങൾ മറ്റുള്ളവർക്ക് നൽകി. നോക്കുമ്പോൾ ഒരു പടയങ്കി, ആ പടയങ്കി കാണുന്നില്ല. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അവസാന നാളുകളിൽ ഭക്ഷണം കഴിക്കാനില്ല. എന്നിട്ട് 30 സാഴ ഗോതമ്പിന് ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലാണ് ആ പടയങ്കി. ആ പടയങ്കി തിരിച്ചെടുക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടില്ല. 30 സാഴ ഗോതമ്പിന് പണയം വെച്ചതാണ്. ചിന്തിക്കണം, അങ്ങനെ ഹബീബ് വഫാത്താകുന്നത്. ആയിഷ ബീവി പറയാണ്, ആ തലേന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന തലേന്ന് രാത്രി ഞാൻ വിളക്കെടുത്ത് വെച്ച് കത്തിക്കാൻ നോക്കുമ്പോൾ എണ്ണയില്ല. ആ ഹബീബിന്റെ വീട്ടിൽ തലേന്ന് രാത്രി അഥവാ റബീഉൽ അവ്വൽ 11ാം തീയതി രാത്രിയിൽ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാഞ്ഞിട്ട് ഞാൻ അയൽപക്കത്ത് പോയി എരവ് വാങ്ങിക്കൊണ്ടുവന്നു എണ്ണ. ആയിഷ ബീവി പറയാണ്, റബീഉൽ അവ്വൽ 11 നബിയുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാഞ്ഞിട്ട് അയൽപക്കത്ത് പോയിട്ട് എരവ് വാങ്ങിക്കൊണ്ടാണ് ഞാൻ വന്നത് എന്ന്. അങ്ങനെ ആ രാത്രി കഴിഞ്ഞുപോയി. റബീഉൽ അവ്വൽ 12ലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കടന്നു ചെല്ലുകയാണ്. ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 നേരം വെളുക്കുന്നു, സുബഹിന്റെ സമയമാകുന്നു. പതിവ് പോലെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു. അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഈത്തപ്പനത്തോട്ടം, മദീനയിലെ ഈത്തപ്പനത്തോട്ടങ്ങൾക്കിടയിലൂടെ ഉയർന്നു കേട്ട ബാങ്കിന്റെ ലഫ്ലുകൾ വിശ്വാസികളുടെ കർണപുടങ്ങളിൽ എത്തിയപ്പോ അവരിതാ അണമുറിയാതെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പ്രവാചകന്റെ പള്ളിയിലേക്ക് മസ്ജിദുൻ നബവിയിലേക്ക് ഒഴുകിയെത്തി. ആളുകൾ മുഴുവനും ആ സുബഹിക്കെത്തിയിട്ട് സഫ് കെട്ടി നിൽക്കുമ്പോ നമസ്കരിക്കാൻ ഒരുങ്ങുമ്പോ അവർ നോക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജ്റയുടെ നേരെ, ആയിഷ ഉമ്മയുടെ വീടിന് നേരെ നോക്കുമ്പോ കർട്ടൻ അനങ്ങുകയാണ്. ആയിഷ ബീവിയുടെ ആ വീട്ടിലിട്ടുള്ള കർട്ടൻ, ആ വീടിന്റെ കർട്ടൻ അനങ്ങുകയാണ്. ആ കർട്ടൻ അനങ്ങുമ്പോ റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത്, സുബഹി നമസ്കരിക്കാൻ നിൽക്കുന്ന റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് അങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോ കശഫ സിത്ര ഹുജ്റത്തി ആയിഷ, ആയിഷ ബീവിയുടെ ആ കവാടത്തിന്റെ കർട്ടൻ നീക്കിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ 14ാം രാവിൽ ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രന്റെ സുന്ദരമായ മുഖത്തോടെ ആ സ്വഹാബത്തിനെ നോക്കുന്നു. ഫനളറ ഇലൈഹിം വഹും സുഫൂഫ്. സുബ്ഹി നമസ്കാരത്തിന് പള്ളിയിൽ സഫ് കെട്ടി നിൽക്കുന്ന ആളുകളിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നോക്കിയിട്ട് ഫതബസ്സമ യൽഹഖ്, നബി ചിരിക്കുകയാണ് അവരെ നോക്കിയിട്ട്. തന്റെ സ്വഹാബത്തിനെ നോക്കി പുഞ്ചിരിക്കുകയാണ് നബി. സഹാബത്തിന് വല്ലാത്ത സന്തോഷമായി. ദിവസങ്ങളായി നബിയെ കണ്ടിട്ട്. ഇതാ ഇന്നത്തെ സുബഹിക്ക് നബി ഞങ്ങളെ നോക്കുകയാണല്ലോ. അവര് വിചാരിച്ചു നബി ഇപ്പോഴിങ്ങോട്ട് ഇറങ്ങി വരും, നബി ഇപ്പോഴും നബി ഇപ്പോൾ ഞങ്ങളുടെ ഇടയിലേക്ക് വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ നബി പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഹബീബിന് ഇറങ്ങാൻ കഴിയില്ല. കാരണം ഹബീബ് തളർന്നിട്ടുണ്ട്. വല്ലാതെ തളർന്നു കിടക്കുമ്പോഴും തന്റെ അനുചരന്മാരെ ഒന്ന് കാണാൻ, തന്റെ സഖാക്കളെ ഒന്ന് കാണാൻ, തന്റെ സ്വഹാബത്തെ
സ്വഹാബത്തിനെ ഒന്ന് കാണാൻ, അവസാനമായി അവരെ ഒന്ന് കൺകുളിർക്കെ കാണാൻ വിരിമാറ്റിയിട്ട് പള്ളിയിൽ അണിയണിയായി നിൽക്കുന്ന തന്റെ സ്വഹാബത്തിനെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ട മാത്രയിൽ ആ സ്വഹാബത്ത് വിഷമിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ സുബഹി ഞങ്ങൾക്ക് ഫിത്റയിലായി പോകുമോ? കാരണം ഈ ഹബീബിന്റെ സുന്ദരമായ മുഖം വിട്ടിട്ട് ഞങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിയുമോ? അവഹമ്മൽ മുസ്ലിമൂന അയ്യഫ്തതിനു ഫീ സ്വലാത്തിഹിം, ഞങ്ങളുടെ നമസ്കാരത്തിൽ ഞങ്ങൾ കുഴപ്പത്തിലായി പോകുമോ എന്ന് പോലും അവര് വിചാരിച്ചു പോയി എന്നാണ്. അങ്ങനെ അവർ വിചാരിച്ചപ്പോൾ നബി അവരെ നോക്കിക്കൊണ്ടേയിരുന്നിട്ട് അവസാനം നബി അവരോട് ഫഅശാറ ഇലൈഹിം, കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അതിമ്മൂ സലാത്തക്കും, അതിമ്മൂ സലാത്തക്കും, നിങ്ങൾ നമസ്കാരം പൂർത്തിയാക്കിക്കോളൂ, നിങ്ങൾ നമസ്കരിച്ചോളൂ എന്ന് നബി അവരോട് ആംഗ്യം കാണിച്ചിട്ട് ഫഅർഖസിത്ര, ആ കർട്ടൻ അന്ന് ക്ലോസ് ചെയ്തു. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനെ കണ്ടതെന്നാണ്. ആ കർട്ടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലോസ് ചെയ്തു. അത് ഹബീബിന്റെ അവസാന ദിവസമായിരുന്നു, അഥവാ ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സുബഹി കഴിഞ്ഞു, സൂര്യൻ ഉദിച്ചു, സൂര്യന് അത് പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരുന്നു. ഏതാണ്ട് ദുഹയുടെ സമയമാകുമ്പോ ഹബീബിന്റെ നാഡീ നരമ്പുകൾ വരിഞ്ഞു മുറുകുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെയുണ്ട്, ആയിഷ ബീവി അവിടെയുണ്ട്. ആ ഫാത്തിമത്തു ബിൽഅതു ഖബ്ദി, ഫാത്തിമ എന്റെ കരളിന്റെ ഘട്ടമാണെന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്റെ പുന്നാര മകളെ അടുത്തേക്ക് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടക്കം പറഞ്ഞു, ഒരു രഹസ്യം പറഞ്ഞു. ആ രഹസ്യം കേട്ട മാത്രയിൽ ഫാത്തിമ ബീവി ഉറക്കെ കരഞ്ഞു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ പുന്നാരമോളെ ഹബീബ് വീണ്ടും അടുത്തേക്ക് വിളിച്ച് രണ്ടാമതും ഒരു രഹസ്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ മകൾ വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ആ മോൾ ഇതാ ചിരിക്കുവാൻ തുടങ്ങി. അടുത്ത ആയിഷ ബീവി നിൽക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായില്ല എന്താണ് സംഭവിച്ചതെന്ന്. ആയിഷ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മോളെ എന്താണ് നിന്റെ ഉപ്പ നിന്നോട് പറഞ്ഞത്? ആദ്യം നിന്നോട് എന്തോ പറഞ്ഞപ്പോൾ നീ കരഞ്ഞുവല്ലോ മോളെ, എന്തേ നീ കരഞ്ഞത്? പിന്നെ നീ ചിരിച്ചുവല്ലോ മോളെ, എന്തേ നീ ചിരിച്ചത് എന്ന് ആ മകളോട് ചോദിക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉമ്മക്ക് പറഞ്ഞു കൊടുക്കുന്നു, നബി ഓ ഉമ്മ, ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞത് സാറനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഖ്ബറനി അന്നഹു യുഖ്ബലു ഫീ വജഇഹി അല്ലദീ തുവഫിയ ഫീ, എന്റെ ഉപ്പ ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയാണെന്നാണ് ആദ്യം എന്നോട് പറഞ്ഞത്. മോളെ, ഉപ്പ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയുമായി ഉപ്പ ഈ ലോകത്തോട് വിട ചോദിക്കുകയാണെന്ന് എന്റെ ഉപ്പ എന്നോട് പറഞ്ഞപ്പോൾ അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഫബക്കൈത്, എന്റെ ഉപ്പ വേർപിഴിയുകയാണെന്ന് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞതാണുമ്മ, ഞാൻ കരഞ്ഞു പോയുമ്മ. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ രണ്ടാമത് എന്റെ ഉപ്പ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഫഖ്ബറനി അന്നി അവ്വലു അഹ്ലി ബൈതിഹി അത്ബഉഹു ഫളഹ്തു, ഈ കുടുംബത്തിൽ നിന്ന് അഥവാ പ്രവാചകന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി പ്രവാചകനോട് എത്തിച്ചേരുക, ഈ കുടുംബത്തിൽ നിന്ന് ഈ റസൂലിന്റെ കാലശേഷം ആദ്യമായി ഈ ദുനിയാവ് വിട്ടു ചെല്ലുക അത് ഞാനായിരിക്കും എന്നെന്റെ ഉപ്പ എന്നോട് പറഞ്ഞു. മോളെ, നീ ആയിരിക്കും എന്റെ മരണശേഷം ആദ്യമായി ഈ കുടുംബത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് ഖബറിലേക്ക് എത്തുക എന്നെന്റെ ഉപ്പ എന്നോട് പറഞ്ഞപ്പോൾ ഫളഹിഖ്തു, ഞാൻ ചിരിച്ചതാണ്. അതെനിക്ക് വല്ലാത്ത സന്തോഷമുണ്ടാക്കി ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ മകളോട് മരണവാർത്ത അറിയിച്ച് നിൽക്കുമ്പോൾ മകൾ ഇങ്ങനെ നോക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ വേദനയുടെ അടയാളങ്ങൾ കാണിക്കുന്നു, പ്രകടിപ്പിക്കുന്നു. മകൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല. ആ പുന്നാര മകൾ അവിടെ വെച്ചുകൊണ്ട് പറയുന്നു, കർബ അബാ വാ കർബ അബാ, ഉപ്പാ എന്ത് പ്രയാസമാണ് ഉപ്പാ അനുഭവിക്കുന്നത്. ആ പ്രയാസം കണ്ട് ഈ മകൾക്ക് സഹിക്കുന്നില്ല ഉപ്പ, ഈ മകൾക്ക് താങ്ങാൻ കഴിയുന്നില്ല ഉപ്പ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വേദന കണ്ട് വിഷമിക്കുന്ന മകളോട് പറയുന്നു, മോളെ, ഒരിക്കലും നീ വിഷമിക്കണ്ട. ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, മോളെ, ഇന്ന് റബീഉൽ അവ്വൽ 12 ആണ്. ഈ ഉപ്പ ഏറ്റവും ശക്തമായ വേദന അനുഭവിക്കുകയാണ് മോളെ. ഈ ദിവസം കഴിഞ്ഞാൽ നാളെ റബീഉൽ അവ്വൽ 13 ആണെങ്കിൽ ആ 13-ൽ ഉപ്പക്ക് വേദനയില്ല മോളെ. റബീഉൽ അവ്വൽ 14-ൽ ഉപ്പക്ക് വേദനയില്ല മോളെ. ഉപ്പയുടെ അവസാന വേദന ഉപ്പ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മോളെ. ഉപ്പയുടെ വേദന, ആ വേദന ഉപ്പ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മോളെ. ഉപ്പയുടെ അവസാന വേദനയാണ് മോളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വേദന സഹിക്കാൻ കഴിയുന്നില്ല ഹബീബിന്. ആ വേദന അങ്ങേറ്റം കഠിനമായപ്പോൾ ആയിഷ ബീവിയെ വിളിച്ചിട്ട് നബി പറയുകയാണ്, യാ ആയിഷ, യാ ആയിഷ, മാ അസാലു അജ്ദു അലമ തആമില്ലദി അകൽതു ബി ഖൈബറ
ഫഹാദാ അവാനു വജത്തുൻ കിതാ അബ്ഹരി മിൻ ദാലിക സും യാ ആയിഷ. അന്ന് ഖൈബറിൽ നിന്ന് ഞാൻ മടങ്ങുമ്പോ, ബിശ്റിനോടൊപ്പം മടങ്ങുമ്പോ ആ ജൂതപ്പെണ്ണെന്നെ വിളിച്ചല്ലോ ആയിഷ. ആടിന്റെ പുറകിൽ ഉഗ്രവിഷം പുരട്ടിയിട്ട് എന്നെ ഊട്ടാൻ വിളിച്ചല്ലോ ആയിഷ. അവിടെ ചെന്ന് ബിശ്ർ അതിൽ നിന്ന് കഴിച്ചല്ലോ, അപ്പോൾ തന്നെ വീണ് മരിച്ചല്ലോ ആയിഷ. ഞാൻ എന്റെ വായിലേക്ക് എടുത്തു വെച്ചെങ്കിലും ഞാൻ ഉള്ളിലേക്ക് ഇറക്കാതെ തുപ്പിയല്ലോ ആയിഷ. എങ്കിലും അതിൽ നിന്നൊരംശം ഉമിനീരിലൂടെ എന്റെ ഉള്ളിലേക്ക് കടന്നിരുന്നു ആയിഷ. അന്ന് ആ ഖൈബറിൽ വെച്ചുകൊണ്ട് ആ ജൂതപ്പെണ്ണ് എനിക്ക് കൂട്ടിയ വിഷം എന്റെ രക്തത്തിൽ കലർന്നിട്ട് ഇപ്പോൾ എന്റെ നാഡീനരമ്പുകളെ വെട്ടിമുറിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു ആയിഷ. ആ വേദന ഈ ഘട്ടത്തിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ് ആയിഷ. എന്റെ നാഡീനരമ്പുകൾ മുറിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു ആയിഷ. ആ വിഷത്തിന്റെ കാഠിന്യം ഇപ്പോഴും എന്റെ രക്തത്തിലൂടെ പടർന്നുകൊണ്ടിരിക്കുന്നു ആയിഷ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വേദനയുടെ കാഠിന്യം അവിടെ വെച്ചുകൊണ്ട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ അറിയിക്കുകയാണ്. മാന്യ സഹോദര, ഹബീബിന് ഒരു പുതപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതച്ചു കിടക്കുകയാണ്. നബി ആ പുതപ്പെടുത്ത മുഖത്തേക്ക് വലിച്ചിടുന്നുണ്ട്. എന്നിട്ട് ആ അസ്വസ്ഥമാകുമ്പോ ആ പുതപ്പ് നീക്കിക്കളയുന്നുണ്ട്, വീണ്ടും അത് വലിച്ചിടുന്നുണ്ട്. ആ രൂപത്തിൽ നബി അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെഞ്ചുണ്ടുകൾ ചലിക്കുന്നത് ആയിഷ ബീബി ശ്രദ്ധിക്കുകയാണ്. ആ വേദനയുടെ കാഠിന്യത്തിലും ഹബീബ് എന്തോ പറയുന്നുണ്ട്. ആയിഷ ബീവി എന്താണെന്ന് കേൾക്കാൻ ആയിഷ ബീവിയുടെ ചെവി അതേ റസൂലുള്ളാഹിന്റെ ചുണ്ടിനോട് അടുപ്പിക്കുമ്പോ അവിടെ കിടന്നുകൊണ്ട് ഹബീബ് ഈ ലോകത്ത് നിന്ന് യാത്രയായി കൊണ്ടിരിക്കുന്ന വേളയിലും ആ നേതാവ് പറയുന്നു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറാ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദാ. യഹൂദ നസറാക്കൾ അല്ലാഹുവിന്റെ ശാപത്തിനും കോപത്തിനും വിധേയരായത് അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയത് കൊണ്ടാണ് ജനങ്ങളെ. ആയിഷ ബീവി പറയാണ്, എന്തേ ഹബീബ് വഫാത്തായി കൊണ്ടിരിക്കുന്ന വേളയിലും ആ വാചകം ഇങ്ങനെ പറയുന്നത്, യുഹദ്ദിറു മാ സനഉ. ഹബീബിന്റെ കാര്യത്തിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്ന പേടി കൊണ്ടാണ് ആ വേദനക്കിടയിലും ഹബീബ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നേതാവ് അത് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പിന്നെയും നബി പറയുന്നുണ്ട്, അസ്സലാ അസ്സലാ അസ്സലാ, നമസ്കാരം നമസ്കാരം നമസ്കാരം. വമാ മലക്കത് ഐമാനുക്കും, നിങ്ങളുടെ അടിമകളുടെ കാര്യം, നിങ്ങളുടെ അടിമകളെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്, അവരോട് നിങ്ങൾ അനീതി കാണിക്കരുത്. മരണക്കിടക്കയിൽ കിടന്നും ലോകത്തിന്റെ നേതാവ് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏതാണ്ട് അവിടെ ഒരു ളുഹയുടെ സമയമായി, ഒരു ഇളയുച്ചയുടെ സമയമായി. ആ സമയമായപ്പോ മഹദി ആയിഷ ബീവി പറയുകയാണ്, ലോകത്തൊരാളും അനുഭവിച്ചിട്ടില്ലാത്ത നിഅമത്ത് അനുഭവിച്ചവളാണ് ഞാൻ. ലോകത്താർക്കും കിട്ടിയിട്ടില്ലാത്ത അനുഗ്രഹത്തിന് വിധേയമായവളാണ് ഞാൻ. ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, എനിക്ക് അല്ലാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത് തൂഫിയ ഫീ ബൈതി വഫീ യൗമി വഫീ സഹരി വനഹരി. മഹദി ആയിഷ ബീവി പറയുന്നു, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉലുൽ അസ്മുകളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലിവാഉൽ ഹംദിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അശ്ശഫാഅത്തുൽ ഉളമാ എന്ന ഉന്നതമായ ശുപാർശക്ക് നായകത്വം വഹിക്കുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൗദുൽ കൗസർ, ആ ഹൗദുൽ കൗസറിൽ നിന്ന് വിശ്വാസികൾക്ക് വെള്ളം കോരിക്കൊടുക്കുന്ന നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദ്യമായി സ്വർഗ്ഗ കവാടങ്ങൾ തുറന്ന് അകത്തേക്ക് കടക്കുന്ന നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് യാത്രയായത് അതേ എന്റെ വീട്ടിൽ വെച്ചുകൊണ്ടാണ്. ആയിഷ ബീവി പറയാണ്, ഫീ ബൈതി, എന്റെ മുറിയിൽ, എന്റെ റൂമിൽ, എന്റെ ഹുജറയിൽ വെച്ചുകൊണ്ടാണ് ഹബീബ് വഫാത്താകുന്നത്. വഫീ യൗമി, എനിക്ക് വേണ്ടി നീക്കിവെച്ച ദിവസത്തിലാണ് ഹബീബ് വഫാത്താകുന്നത്. വബൈന സഹരി വനഹരി, എന്റെ മാറിടത്തിൽ കടന്നുകൊണ്ടാണ്, എന്റെ മാറിടത്തിൽ തലവെച്ചുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് യാത്രയായത്. മാത്രമല്ല എനിക്ക് റബ്ബ് ചെയ്തു തന്ന മറ്റൊരു നിഅമത്തുണ്ട്. അതെന്താണെന്നറിയുമോ? വഅന്നല്ലാഹ ജമഅ ബൈന റീഖി വരീഖിഹി ഇൻദ മൗതിഹി. ഹബീബ് വഫാത്താകുന്ന വേളയിൽ എന്റെ ഉമനീരും ഹബീബിന്റെ ഉമനീരും ഒന്നു ചേരുകയുണ്ടായി.
നല്ലവളായ ഒരു ഭാര്യ തന്റെ പ്രിയതമനായ ഭർത്താവിനെ സംബന്ധിച്ച നല്ല ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് പറയുകയാണ്, മരണവേളയിൽ എന്റെ ഉമനീരും ലോകത്തിന്റെ നേതാവിന്റെ ഉമനീരും ഒന്നു ചേരുകയുണ്ടായി. എങ്ങനെയെന്നറിയുമോ? അവര് വിശദീകരിക്കുകയാണ്, ദഖല അലയ്യ അബ്ദുറഹ്മാൻ, എന്റെ വീട്ടിലേക്ക് ആ നേരത്താണ് അബ്ദുറഹ്മാൻ കടന്നു വന്നത്. വബിയദിഹി സിവാക, എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. വാന മുസ്നിദത്തുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ഞാനിതാ എന്റെ മാറ് കൊണ്ട് ചാരി നിർത്തിയിരിക്കുകയാണ്. എന്റെ മാറിൽ ഹബീബ് കിടക്കുമ്പോ അതേ ഫറഅയ്തുഹു, ഞാൻ എന്റെ നേതാവിനെ ഒന്ന് നോക്കുമ്പോ ഞാൻ കണ്ടു യൻദുറു ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാന്റെ കയ്യിലുള്ള മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ടപ്പോ അറഫ്തു അന്നഹു യുഹിബ്ബു സിവാക, എനിക്ക് മനസ്സിലായി നേതാവിന് ആ എന്റെ പ്രിയതമന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മിസ്വാക്ക് ഇഷ്ടപ്പെട്ടു എന്നെനിക്ക് മനസ്സിലായി. ഞാൻ നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആ മിസ്വാക്ക് ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ നെഞ്ചിൽ കിടന്നിട്ട് ഫഅശാറ ബിറഅസിഹി അന്നാം, തലയാട്ടിക്കൊണ്ട് ആംഗ്യം കാണിച്ചു എനിക്കത് വേണമെന്ന്. ഞാൻ എന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് മിസ്വാക്ക് വാങ്ങിയിട്ട് ഹബീബിന്റെ പല്ലിങ്ങനെ വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പോ അതെ, അത് ഹാർഡായി അനുഭവപ്പെട്ടു, പരിക്കനായി അനുഭവപ്പെട്ടു. അങ്ങനെ ഹബീബിന് അത് പ്രയാസമാകുന്നു എന്ന് തോന്നിയപ്പോ ഞാൻ നബിയോട് ചോദിച്ചു, ഉലയ്യിനുഹു ലക യാ റസൂലല്ലാഹ്, ഓ നബിയെ, ഞാൻ നിങ്ങൾക്ക് സോഫ്റ്റ് ആക്കി തരട്ടെയോ? ആ മിസ്വാക്കിന്റെ കൊള്ളി ഞാൻ നിങ്ങൾക്ക് സോഫ്റ്റ് ആക്കി തരട്ടെയോ എന്ന് എന്റെ നേതാവിനോട് ചോദിക്കുമ്പോ ഫഅശാറ ബിറഅസിഹി അന്നാം, തലയാട്ടിക്കൊണ്ട് അതേ എനിക്ക് സോഫ്റ്റ് ആക്കിയാലും ആയിഷ എന്നിങ്ങനെ തലയാട്ടിക്കൊണ്ട് ഹബീബ് പറയുമ്പോ ഞാൻ എന്റെ വായിലിട്ട് പല്ലുകൊണ്ട് കടിച്ചിട്ട് ആ മിസ്വാക്കിന്റെ കൊള്ളി അങ്ങ് സോഫ്റ്റ് ആക്കിയിട്ട് ഹബീബിന്റെ പല്ലിലേക്ക് അങ്ങ് വെക്കുമ്പോ വഅന്നല്ലാഹ ജമഅ ബൈന റീഖി വറീഖിഹി ഇൻദ മൗതിഹി, എന്റെ ഉമനീരും ഹബീബിന്റെ ഉമനീരും ആ വേളയിൽ ഒന്ന് ചേർന്നു എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അങ്ങനെ ഹബീബ് ആ മിസ്വാക്ക് ചെയ്തിട്ട് അവിടെ കിടക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു റിക്വയുണ്ട്, റിക്വ അഥവാ തോലുകൊണ്ടൊരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്. അത് ഹബീബിന്റെ സമീപത്ത് കൊണ്ടുപോയി ഉമർ റളിയല്ലാഹു അൻഹു വെച്ച് കൊടുക്കുമ്പോ ഫജഅല യുദ്ഖിലു യദൈഹി ഫിൽ മാ, മഹാനായ റസൂലുള്ളാഹ് ആ വെള്ളത്തിലേക്ക് കൈയിട്ടിട്ട് ഫയംസഹു ബിഹിമാ വജ്ഹഹു, റസൂലുള്ളാഹ് ആ നനഞ്ഞ കൈകൊണ്ട് മുഖം തടവുകയാണ്. മുഖം തടകിയിട്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓ മുസ്ലിമേ, ഈ ശബ്ദം കേൾക്കുന്ന മുസ്ലിമേ, നാളെ ഇത് കേൾക്കുന്ന മുസ്ലിമേ, എന്റെ നേതാവ്, നിങ്ങളുടെ നേതാവ്, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 ദുഹയുടെ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത്, ഇന്നലിൽ മൗതി സകറാത്ത്, ഇന്നലിൽ മൗതി സകറാത്ത്, ഇന്നലിൽ മൗതി സകറാത്ത്. മരണത്തിൽ വല്ലാത്ത വേദനയുണ്ട്, മരണത്തിൽ വല്ലാത്ത അസഹനീയമായ ഭാവമുണ്ട്, മരണം സഹിക്കാൻ കഴിയുന്നതല്ലേ. ഇന്നലിൽ മൗതി സകറാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടന്നത് പറയുകയാണ്. എന്നിട്ടോ ആകാശത്തിലേക്ക് വിരലുയർത്തി റസൂലുള്ളാഹി പറയുകയാണ്, ഇലർ റഫീഖിൽ അഅ്ലാ, ഇലർ റഫീഖിൽ അഅ്ലാ, ഇലർ റഫീഖിൽ അഅ്ലാ. ആ സമയത്ത് ഹബീബിന്റെ അടുക്കൽ മാലാഖമാർ അണിനിരന്നു പോയി, മലക്കുകൾ അണിനിരന്നു പോയി. ആ ഹബീബിന്റെ റൂഹ് ഏറ്റെടുക്കാനുള്ള ആളുകൾ, മലായിക്കത്തുകൾ അണിനിരന്നു പോയി. ആ ഹബീബ് വാനലോകത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. അല്ലാഹുവേ, എനിക്ക് പുറത്തു തരണേ അല്ലാഹ്, എന്നോട് കരുണ കാണിക്കണേ അല്ലാഹ്. റഫീഖുൽ അഅ്ലയിലേക്ക്, ആ ഉന്നതമായ ആ കൂട്ടുകാരിലേക്ക് എന്നെ ഉയർത്തണേ അല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആയിഷ ബീവി പറയുന്നു, എന്റെ നെഞ്ചിൽ നിന്ന് ഹബീബിന്റെ തല നിലത്തേക്ക് വീണുപോയി. ഞാൻ ആ തല രണ്ടാമത് എടുത്തു നോക്കുമ്പോ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്ന
സുന്നതി. ലോകത്തിന്റെ നേതാവ് ഈ ലോകത്തുനിന്ന് യാത്രയായിരുന്നു. ഹബീബിന്റെ റൂഹ് വേർപെട്ടിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് കീഴടങ്ങിയിരുന്നു. എപ്പോഴാണ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ആ വേദന കടിച്ചമർത്തി ഹബീബിന്റെ റൂഹ് റസൂലുള്ളാഹിയിൽ നിന്ന് അതേ ഉയരുകയാണ് വാനലോകത്തേക്ക്, റഹ്മാനായ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങി പോവുകയാണ്. മുഅ്മിനെ മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പ്രയാസം, ഏറ്റവും വലിയ ദുരന്തം, ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഏതെന്ന് ചോദിച്ചാൽ അത് ഹബീബിന്റെ വഫാത്താണ്, ഹബീബിന്റെ വേർപാടാണ്, ഹബീബ് നിനക്ക് നഷ്ടപ്പെട്ടതാണ്. പക്ഷേ മുസ്ലിം ഉമ്മത്ത് അത് ഉൾക്കൊണ്ടോ? എന്റെ മാന്യ മുഅ്മിനുകൾ, മഹല്ല് കമ്മിറ്റിക്കാർ, ഖതീബുമാർ, ഖാളിയമാർ, മുതഅല്ലിമീങ്ങൾ, നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ആഘോഷിച്ചില്ലേ? നന്നായിട്ട് ആഘോഷിച്ചില്ലേ? നന്നായിട്ട് നമ്മളെല്ലാവരും ആഘോഷിച്ചില്ലേ? ഓരോ മഹല്ല് കമ്മിറ്റി ആഘോഷിച്ചില്ലേ? ഖാളിയമാർ നേതൃത്വം നൽകിയില്ലേ? ഖതീബുമാർ നേതൃത്വം നൽകിയില്ലേ? റബ്ബിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ കോർട്ടിൽ വരില്ലേ ഈ മഹല്ല് കമ്മിറ്റിക്കാരൻ, ഈ ഖതീബ്, ഈ ഖാളി? അള്ളാഹുവിന്റെ മുന്നിൽ, നാഥന്റെ മുന്നിൽ വരില്ലേ? മാന്യ സഹോദര, ഏത് ന്യായാ പറയുക? എന്ത് ന്യായമാണ് പറയുക? എന്ത് ന്യായം പറയണം? എന്ത് ന്യായം വിശദീകരിക്കും പടച്ചവന്റെ മുന്നിൽ വന്നിട്ട്? ഞാൻ സന്തോഷിച്ചു എന്നോ? റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചു എന്നല്ലേ? സന്തോഷിച്ചു, ആഘോഷിച്ചു എന്ന് അല്ലേ? അതല്ലേ ഉസ്താദ് പറഞ്ഞത്, ഖാളി പറഞ്ഞത്, ഖതീബ് പറഞ്ഞത്, മഹല്ല് കമ്മിറ്റി പറഞ്ഞത് അല്ലേ? എന്നിട്ട് തെരുവോരങ്ങൾ അലങ്കരിച്ചിട്ട് ബഹളം വെച്ചിട്ട് മുദ്രാവാക്യം വിളിച്ചില്ലേ? കേക്ക് മുറിച്ചില്ലേ? കുതിരപ്പുറത്ത് കയറിയിട്ട് ആനയിച്ചില്ലേ? എന്തെല്ലാം മുസ്ലിം ഉമ്മത്ത് കാട്ടിക്കൂട്ടി. മക്ക കാറിന്റെ മുകളിൽ കയറിപ്പോയി, മദീനയുടെ ഖുബ്ബ കാറിന്റെ മുകളിൽ കയറിപ്പോയി. റബീഉൽ അവ്വൽ 12 എന്തിന്? സന്തോഷിച്ചത്രേ, ആനന്ദിച്ചത്രേ. ആലോചിച്ച് നോക്കൂ, മുസ്ലിം ഉമ്മത്തിനെ കൊണ്ട് ആരാ ഇത് ചെയ്യിച്ചത്? ഇല്ലെങ്കിൽ പറയട്ടെ, ഈ മൗലവി പറഞ്ഞത് ശരിയല്ല. റസൂൽ വഫാത്തായത് റബീഉൽ അവ്വൽ 12 റസൂലുള്ള വഫാത്തായത് ഹിജ്റ 11 റസൂലുള്ള വഫാത്തായത് റബീഉൽ അവ്വൽ 12 എന്ന് തെളിയിക്കാൻ കഴിയുന്ന, പറയാൻ കഴിയുന്ന ആർക്കും വരാം ഈ സ്റ്റേജിലേക്ക്. ഞാൻ ഇപ്പോഴല്ലേ ഈ പ്രസംഗം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അത് ചരിത്രപരമായി തെളിയിക്കാൻ പറ്റില്ല, വെറുതെ പറയാണെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ ലോകത്ത്? ഉണ്ടെങ്കിൽ അവർക്ക് വരാം, ധൈര്യസമേതം കടന്നു വരാം, എന്നിട്ട് പറയാം തെളിവുദ്ധരിച്ച്, അല്ല മൗലവി, റസൂലുള്ള വഫാത്തായത് റബീഉൽ അവ്വൽ 12 അല്ല എന്ന് പറയോ ആരെങ്കിലും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല മാന്യ സഹോദരങ്ങൾ. ചരിത്രത്തിന്റെ പിൻബലമുള്ള, ഹദീസുകളുടെ പിൻബലമുള്ള, ഇസ്ലാമിക ചരിത്രത്തിന്റെ പിൻബലമുള്ള അടിസ്ഥാനപരമായ ഒരു അറിവാണിത്. എന്റെ നേതാവ് വേർപെട്ടു പോയത് റബീഉൽ അവ്വൽ 12 ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പോയി ഇത് പ്രസംഗിച്ചു. ഇന്നലെയും ഒരു പരിപാടിക്ക് ഞാൻ അവിടെ ചെന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുപമ വ്യക്തിത്വം എന്ന വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഇന്നലെ ചെല്ലുമ്പോ ഒരു പോസ്റ്റർ അവിടെ പൊക്കി വെച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ ഒരു ജംഗ്ഷനിൽ. എന്താണെന്നറിയോ? പോസ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത്, ദുഃഖാചരണം 3 ദിവസമേ പാടുള്ളൂ, ദുഃഖം 3 ദിവസത്തിൽ കൂടുതൽ ആചരിക്കുന്നവൻ മുസ്ലിം അല്ല. മറുപടി എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയോ? ദുഃഖാചരണം 3 ദിവസമേ ഉള്ളൂ, 3 ദിവസത്തെക്കാൾ ദുഃഖം ആചരിക്കുന്നവൻ മുസ്ലിം അല്ല. എന്നുവെച്ചാൽ എന്തായാലും അർത്ഥം അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ പേര് ദുഃഖാചരണം 3 ദിവസമേ പറ്റുള്ളൂ, 3 ദിവസത്തേക്കാൾ കൂടുതൽ ദുഃഖാചരണം പറ്റൂല. ദുഃഖാചരണം 3 ദിവസം തന്നെ ഉള്ളൂ, പക്ഷെ ദുഃഖം 3 ദിവസമല്ല. ആരാ അത് പറഞ്ഞത്? ദുഃഖം 3 ദിവസമാണ്. ഹബീബിന്റെ വഫാത്തിന്റെ പേരിൽ ദുഃഖിക്കേണ്ടത് 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖിക്കാൻ പാടില്ല, അവൻ മുസ്ലിം അല്ല എന്ന് പറയാൻ ധൈര്യമുള്ളവൻ ആരാണ്? ആരുമില്ല. ഇനി വേണ്ട, വാദത്തിനത് സമ്മതിച്ചാൽ ഈ റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ അടുത്ത മാസം ഏതാ? റബീഉൽ ആഖിർ അല്ലേ? റബീഉൽ ആഖിർ എന്താ ഇപ്പൊ ചെയ്യാ മുസ്ലിം ഉമ്മത്ത്? എന്താ മുസ്ലിം ഉമ്മത്ത് റബീഉൽ ആഖിർ ചെയ്യാൻ പോണേ? ആണ്ട് ആഘോഷിക്കും. ആരുടെ ആണ്ട്? മുഹീദ്ദീൻ ശൈഖിന്റെ ആണ്ട്. 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം പറ്റുമോ? 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം പറ്റുമോ? ബാപ്പയുടെ ആണ്ട് നടത്താണ്, ബാപ്പയുടെ 40 നടത്താണ്, ബാപ്പയുടെ 7 നടത്താണ്, ഉമ്മാന്റെ ആണ്ട് നടത്താണ്, ഉമ്മാന്റെ 40 നടത്താണ്, ഉമ്മാന്റെ 7 നടത്താണ്. 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം പറ്റുമോ? ലോകത്തിന്റെ നേതാവിന്റെ പേര് പറയുമ്പോൾ മാത്രം 3 ദിവസം ദുഃഖാചരണം, പിന്നെ ദുഃഖമില്ല, പിന്നെ പ്രയാസമില്ല. ഫബിദാലിക ഫൽയഫ്റഹു, സന്തോഷിച്ചോളാൻ അല്ലാഹ് പറഞ്ഞത്. പടച്ചവന്റെ പേരിൽ കളവ്, അള്ളാഹിന്റെ പേരിൽ കളവ്, സന്തോഷിച്ചോ എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 നിങ്ങൾ ആനന്ദിച്ചോളാൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷിയായ ഒരു ദിവസത്തെ സന്തോഷിക്കാൻ അല്ലാഹ് പറയോ? സഹാബത്ത് പറയോ? ഇല്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ഇദാ ദകർത മുസീബതൻ തസ്ലു ബിഹാ ഫദ്കുർ മുസാബക ബിന്നബി മുഹമ്മദി. നിന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം നിനക്കുണ്ടായാലും
അള്ളാഹു നിനക്ക് 5 മക്കളെ തന്നിട്ട് നിന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ആ മക്കൾ ചതഞ്ഞു മരിച്ചാലും, ആ മക്കളുടെ ആ മയ്യത്ത് നീ നോക്കി നിൽക്കേണ്ടി വന്നാലും, നിന്റെ വീട്ടിലേക്ക് തീ ആളിപ്പടർന്നിട്ട് വൃദ്ധരായ നിന്റെ മാതാപിതാക്കൾ അതിൽ കത്തിക്കരിഞ്ഞു പോയാലും, ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് ജീവിതത്തിന്റെ ദാരിദ്ര്യത്തിന്റെ മാറാലെ കുടുക്കിലേക്ക് നിന്റെ ജീവിതം വലിച്ചെറിയപ്പെട്ടാലും, എന്ത് പ്രയാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാലും മോനെ നീ ഓർക്കണം എന്ത്? ഫദ്കുർ മുസാബക ബിന്നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, ഹബീബ് വഫാത്തായി പോയല്ലോ, ഹബീബ് എനിക്ക് നഷ്ടപ്പെട്ടല്ലോ. അതിനേക്കാൾ വലുതല്ലല്ലോ എന്റെ മക്കൾ, അതിനേക്കാൾ വലുതല്ലല്ലോ എന്റെ മാതാപിതാക്കൾ, അതിനേക്കാൾ വലുതല്ലല്ലോ എന്റെ സമ്പത്ത്, അതിനേക്കാൾ വലുതല്ലല്ലോ എന്റെ ഭവനം എന്നോർത്തുകൊണ്ട് നീ സമാധാനിച്ചോ, ക്ഷമിച്ചോ എന്ന് അതേ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആശയം അത് മുസ്ലിം ഉമ്മത്ത് ഉൾക്കൊണ്ടോ? ഞാനും നിങ്ങളും ഉൾക്കൊണ്ടോ എന്റെ സഹോദരങ്ങളെ? അത് ഉൾക്കൊണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമായിരുന്നോ? കേക്ക് മുറിക്കുമായിരുന്നോ? നമ്മള് കേക്ക് മുറിക്കുമായിരുന്നോ? പണ്ടൊക്കെ ക്രിസ്മസിന് ആളുകൾ കേക്ക് മുറിച്ചത് മാദല്ലാ, നമ്മുടെ സമുദായം മീലാദ് കേക്ക് ഉണ്ടാക്കി മുറിച്ചു ഈ റബീഉൽ അവ്വലിൽ. നബി പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളെ എന്റെ സുന്നത്ത് മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ പിൻപറ്റും. നബി പറയാൻ ഏറ്റവും ഉന്നതമായ ഞാൻ പഠിപ്പിച്ച സുന്നത്തിനെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളുടെ സുന്നത്തിനെ നിങ്ങൾ പിൻപറ്റും. ശിബ്റൻ ബിശിബ്രിൻ ദിറാഅൻ ബിദിറാ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി. എത്രത്തോളം? ഹത്താ ലൗ ദഖലു ജുഹ്റ ലബ്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരുത്തൻ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ ആ രംഗത്ത് വരെ നിങ്ങൾ അവരെ പിൻപറ്റും. സഹാബത്ത് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെന്നത് കൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് അൽ യഹൂദ വന്നസാറ, ജൂത ക്രിസ്ത്യാനികളെ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ? നിങ്ങളുടെ മാർഗം, നിങ്ങളുടെ സുന്നത്ത്, നിങ്ങൾ പഠിപ്പിച്ച ചര്യ വിട്ടിട്ട് യഹൂദികളുടെയും നസറാക്കളുടെയും ചര്യ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ നബിയെ തങ്ങൾ പറയുന്നത്? നബി തിരിച്ചു ചോദിച്ചു, ഖാല ഫമൻ, അല്ലാതെ പിന്നെ ആരെയാണ്? യഹൂദികളോ ക്രിസ്ത്യാനികളോ അവരുടെ ജീവിതത്തിൽ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് തുറന്നു കയറുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നബിയുടെ പേരിൽ പുൽക്കൂടുണ്ടാക്കാനും നബിയുടെ പേരിൽ കേക്ക് മുറിക്കാനും ഒരുങ്ങി പുറപ്പെട്ട മുസ്ലിമെ, നിങ്ങൾ ചിന്തിക്കണം, എപ്പോഴത് മുറിച്ചത്? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. ആ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, ആ വഫാത്ത് സംഭവിച്ച ദിവസമല്ലേ? സഹാബത്ത് വിഷമിച്ചില്ലേ? അവർ സഹിച്ചോ? അവർക്ക് സഹിക്കാൻ കഴിയുന്നോ? ഇമാം ബുഖാരി ധരിച്ചൊരു ഭാഗമുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഭാഗം. എന്നറിയോ? ആ ഹബീബ് വേർപെട്ടു പോകുമ്പോ, ഹബീബുമായി വേർപിരിയുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെ വെച്ചുകൊണ്ട് വിളിച്ചു പറയാണ്, യാ അബതാ അജാബ റബ്ബൻ ദാ, അല്ലാഹുവിന്റെ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി പോയ എന്റെ ഉപ്പ. യാ അബതാ മൻ ജന്നത്തുൽ ഫിർദൗസ് മഅവാ, ആ ജന്നാത്തുൽ ഫിർദൗസിലെ താമസക്കാരനായ എന്റെ ഉപ്പ. യാ അബതാ ഇലാ ജിബ്രീല നന്നാ, ഏതൊരാളുടെ മരണവാർത്തയുമായിട്ടാണോ ജിബ്രീൽ വന്നത്, ഏതൊരാളുടെ മരണമാണോ ജിബ്രീൽ അറിയിച്ചത്, അങ്ങനെയുള്ളവനായ എന്റെ ഉപ്പ. മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുമ്പോ ഹബീബിന്റെ കൂടെ 10 വർഷം ഭൃത്യനായി ജോലി ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു അതേ ഹബീബിനെ കബറടക്കിയിട്ട് മടങ്ങി വരികയാണ്. ഹബീബിനെ കബറടക്കി മടങ്ങി വരുന്ന അനസിനെ കാണുകയാണ് ആര്? മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഉടൻ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിക്കുകയാണ് അനസിനെ. വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, യാ അനസ് അതാബത് അൻഫുസുകും അൻ തഹ്തു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുറാബ്. അനസേ, നിനക്കെങ്ങനെ സാധിച്ചടാ ഹബീബിന്റെ ഖബറിലേക്ക് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് മടങ്ങി വരാൻ? അനസേ, നിനക്കെങ്ങനെ സാധിച്ചടാ എന്ന് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ അനസ് റളിയല്ലാഹു അൻഹു വിളിച്ച് ചോദിക്കാൻ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഈ മുസ്ലിം ഉമ്മത്തിനോട് നമ്മൾ ചോദിക്കാൻ, നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിനക്കെങ്ങനെ സാധിക്കുന്നു ഹബീബ് വഫാത്തായ ദിവസത്തിൽ ഘോഷയാത്ര നടത്താൻ, ആനന്ദിക്കാൻ? നിനക്കെങ്ങനെ സാധിക്കുന്നടാ? നിനക്കെങ്ങനെ അതിന് കഴിയുന്നു? നിനക്കെങ്ങനെ അതിന് സാധിക്കുന്നു? ലോകത്ത് ആരാ അത് ചെയ്തത്? ഈ അപരാധം ലോകത്ത് ആരാ ചെയ്തത്? മന്ന മുസ്ലിമേ, ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിപ്പിച്ചപ്പോഴും പറഞ്ഞു, ഇന്ന് ഞാൻ പറയാൻ, ഈ ശബ്ദം കേൾക്കുന്ന പരിധി ചിലപ്പോൾ മഹല്ലില് ഖുത്ബ ഓതുന്ന പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ ഒരു കിതാബ് ഉണ്ടാകും, നബാത്തെ ഖുത്ബ എന്ന പേരിൽ എഴുതി വെച്ചിരിക്കുന്ന വെള്ളിയാഴ്ച ഉസ്താദ് എടുത്തോതുന്ന ഒരു ഏട്. ആ ഏട് 2 തവണയാ പറഞ്ഞത് ഈ റബീഉൽ അവ്വലിൽ. എന്താ പറഞ്ഞത്? നിങ്ങളുടെ നേതാവ് ജനിച്ച ദിവസം എന്നാണോ, ജനിച്ച മാസം എന്നാണോ? അല്ല, നേരെ മറിച്ച് 2 വെള്ളിയാഴ്ചയാണ് ഈ ജനതയോട്
പള്ളിയുടെ മിമ്പറിൽ നിന്ന് ഉസ്താദ് വിളിച്ചു പറഞ്ഞത് എന്ത് വിളിച്ചു പറഞ്ഞു? ഓ ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, വലഖദ് അതാഹു ഫീ മിത്ലി ശഹരികും ഹാദാ മിർ റുസുലി റബ്ബിഹിൽ കിറാം അൽ മുവക്കലീന ബിഖബ്ദി നുഫൂസിൽ ലനാം. ഓ ജനങ്ങളെ, ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ് നിങ്ങളുടെ നേതാവിന്റെ അടുക്കൽ, ഹബീബിന്റെ അടുക്കൽ മരണത്തിന്റെ മലക്കുകൾ കടന്നു വന്നത്. ഹബീബ് വഫാത്തായത് ഇതുപോലെയുള്ള റബീഉൽ അവ്വലിലാണ്. 2 വെള്ളിയാഴ്ചയാണ് ഉസ്താദ് പറഞ്ഞത്. റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ വേണ്ടി തോരണം കെട്ടിയിട്ട് വന്നിരിക്കുന്ന മുസ്ലിമിനോട് ഉസ്താദ് മിമ്പറിൽ നിന്ന് പറയാൻ, നിന്റെ നേതാവും വഫാത്തായ ഈ ലോകത്ത് നിന്ന് വേർപെട്ട മാസമാണതാ ഇത്. 2 പ്രാവശ്യം പറയാൻ. 2ാമത്തെ വെള്ളിയാഴ്ച ഉസ്താദ് ആ രംഗം ഇങ്ങനെ വിശദീകരിക്കാൻ, നബിയുടെ വേദന ഇങ്ങനെ പറയാൻ. പ്രവാചകന് വേദന കൊണ്ട് പ്രവാചകൻ വലത് കൈ നീട്ടുകയും ഇടത് കൈ ചുരുട്ടുകയും ചെയ്തു. വേദന കൊണ്ട് ഹബീബിന്റെ നെറ്റിത്തടം വിയർത്തുപോയി. ഹബീബിന്റെ നെറ്റിത്തടം വിയർത്തു. പ്രവാചകന്റെ നാഡിനരമ്പുകൾ വലിഞ്ഞു മുറുകി. ആ വേദന കണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു. വാ കർബാ ലികർബിക യാ അബാ, ഉപ്പാ അങ്ങയുടെ വേദന എത്രമാത്രമാണ് ഉപ്പാ എന്ന് ചോദിച്ച മകൾ കരഞ്ഞു. ഫഅജാബഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് വദ്ദഅഹാ ബിളമ്മിഹാ ഇലൈഹി, തന്റെ മകളെ മാറോടടിപ്പിച്ചുകൊണ്ട് ആ റസൂൽ പറഞ്ഞു, മോളെ ലാ കർബാ ലാ അബീകി ബഅദൽ യൗം, ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഉപ്പക്ക് വേദനയില്ല മോളെ. ഇതൊക്കെ വെള്ളിയാഴ്ച കഴിഞ്ഞ ഈ റബീഉൽ അവ്വൽ 2ാമത്തെ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് നബാത്തി ഖുതുബ നോക്കിയിട്ട് ഉസ്താദ് ഓതുകയാണ്, വായിക്കുകയാണ്. മാത്രമല്ല ആ ഘട്ടത്തിൽ ആയിഷ ബീവി കരഞ്ഞു. അവിടുന്ന് ഹസനും ഹുസൈനും അവിടെ വെച്ചുകൊണ്ട് കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് തന്റെ മുന്നിൽ വന്നിരിക്കുന്ന ജനതയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, പ്രസക്തമായ ചോദ്യം. എന്താ ചോദ്യം? ഹബീബിന്റെ വഫാത്ത് പറഞ്ഞിട്ട്, ഹബീബിന്റെ വേർപാട് പറഞ്ഞിട്ട്, ഈ വേദനയുടെ നിമിഷങ്ങളെ ഓർമ്മിപ്പിച്ചിട്ട് ആരാടോ ഇവിടെ കരയാതിരിക്കുന്നത്? ആർക്കാടോ കരയാതിരിക്കാൻ കഴിയുക? എന്റെ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അറബി അറിയുന്ന, അറബി ഭാഷ അറിയുന്ന, അറബി ബലാഗ അറിയുന്ന, അതേ അറബി ഭാഷയെ ആഴത്തിൽ പഠിച്ച ആളുകളുണ്ടല്ലോ. എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം? എന്താണോ നഹീബ്, അത് ഉയരാത്തത് അഥവാ ഗദ്ഗതമുണ്ടാകാത്തത്? എന്താടാ നീ വിതുമ്പാത്തത്? എന്തേ നീ നീ വിതുമ്പി വിതുമ്പി കരയാത്തത്? ഏത് കണ്ണാടോ ഇന്ന് നനയാതിരിക്കുന്നത്? ഞാനിത് പറഞ്ഞിട്ട് ഉസ്താദ് മിമ്പറിൽ നിന്ന് പറയാൻ, ഞാനിതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് ഏത് കണ്ണാടോ നനയാതിരിക്കുന്നത്? ആ റസൂലുള്ളാഹിന്റെ വേർപാടിന്റെ പേരിൽ ഏത് ഖൽബാണോ ദുഃഖിക്കാതിരിക്കുന്നത്? ഉസ്താദ് ചോദിക്കണം, എന്താടാ ദുഃഖിക്കാത്തത്? എന്താടാ കരയാത്തത്? എന്താടാ വിതുമ്പാത്തത്? ആരോടെ ചോദിക്കുന്നത്? ആരോടെ ചോദിക്കുന്നത്? ഇത് ഈ ജനത തിരിച്ചറിഞ്ഞെങ്കിൽ, ഇതാണ് ഉസ്താദ് എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഖൗം അറിഞ്ഞിരുന്നെങ്കിൽ, ഇതാണ് ഞാൻ പറയുന്നത് എന്ന് ഈ ഖത്തീബ് അറിഞ്ഞിരുന്നെങ്കിൽ, മന്റെ സഹോദരങ്ങൾ, നമുക്കെങ്ങനെ സന്തോഷിക്കാനും കഴിയും? നമുക്കെങ്ങനെ ആനന്ദിക്കാൻ കഴിയും? ഇല്ലെങ്കിൽ പറയട്ടെ മാന്യ സഹോദരൻ, ഞാനിപ്പോ പോല, പ്രസംഗം കഴിഞ്ഞിട്ടേ പോളൂ. അടുത്ത പള്ളിയിൽ ചെന്നിട്ട് മിമ്പറിൽ ഓതുന്ന നബാത്തി ഖുതുബ ഉണ്ടോ? ഇത് മൗലവി പറഞ്ഞതുപോലെ അതിലുണ്ടോ? ഇല്ലെങ്കിൽ വാ, ഖുതുബ കിതാബ് എടുത്തു വാ, എന്നിട്ട് പറ, മൗലവി നിങ്ങൾ പറയുന്നില്ല, അത് വെറുതെ പറഞ്ഞതാ, നബാത്തി ഖുതുബയിൽ അങ്ങനെ പറയുന്നില്ല, അവിടെയും സന്തോഷിക്കാനാ പറയുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ, പോ മനുഷ്യ, ഹബീബിന്റെ പേരിൽ പോ, റസൂലുള്ളാഹിന്റെ പേരിൽ പോ, എന്നിട്ട് പള്ളിയിൽ ചെല്ല്, ഏഴെടുത്ത് നോക്ക്, അല്ലെങ്കിൽ ഉസ്താദിനോട് ചോദിക്കും, ഇങ്ങനെ ഉണ്ടോ? 2ാമത്തെ വെള്ളിയാഴ്ച ഇങ്ങനെ ഞങ്ങളോട് ചോദിക്കുന്നുണ്ടോ ഉസ്താദേ? അതെങ്കിലും ചോദിക്കണ്ടേ? നമ്മുടെ ഹബീബിന് വേണ്ടി അതെങ്കിലും മാന്യ മുഅ്മിനെ നമ്മൾ ചെയ്യണ്ടേ? അതെങ്കിലും ചെയ്യണ്ടേ? അതെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ? എന്നിട്ടും ഈ സമുദായത്തിലെ ഉലമാക്കൾ നമ്മളോട് പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങളൊരു ഉസ്താദിനെ കണ്ടിട്ട് ചോദിക്കുക, ഒരു ഖാദിയെ കണ്ടിട്ട് ചോദിക്കുക, അല്ല ഉസ്താദ്, നമ്മളെല്ലാവരും ഗംഭീരമായി നമ്മുടെ മഹൽ ആഘോഷിച്ചല്ലോ, സെക്രട്ടറി വിളിക്കുക, പ്രസിഡന്റ് വിളിക്കുക, വളരെ ഉഷാറായിരുന്നു നബിദിനമൊക്കെ, നമ്മളൊക്കെ ആഘോഷിച്ചല്ലോ. നമ്മുടെ ഹബീബ് വഫാത്തായത് തീയതി എപ്പോഴാ? സെക്രട്ടറി പറയട്ടെ, പ്രസിഡന്റ് പറയട്ടെ, നമ്മളെല്ലാവരും ചെലവിന് കൊടുക്കുന്ന ഖത്തീബ് പറയട്ടെ, മാസവരി കൊടുത്ത് ശമ്പളം തികച്ചെണ്ണി കൊടുക്കുന്ന ഖത്തീബ് പറയട്ടെ, മുഅദ്ദിൻ പറയട്ടെ, എപ്പോഴാ നമ്മുടെ ഹബീബ് വഫാത്തായത്? എപ്പോഴാ വഫാത്തായത്? അതൊന്ന് പറഞ്ഞതാ. അവര് ഇൽമുള്ളവരാണെങ്കിൽ, ഇസ്ലാമിക് ചരിത്രം അറിയുന്നവരാണെങ്കിൽ അവർ പറയും, അത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. ഒരു തർക്കമില്ലല്ലോ, ഒരു സംശയമില്ലല്ലോ. ഇല്ല. പിന്നെന്തേ നമ്മളെല്ലാവരും സന്തോഷിച്ചത്? പിന്നെന്തേ നമ്മൾ ആനന്ദിച്ചത്? എനിക്കറിയാം, എന്റെ കയ്യിലൊരു പുസ്തകം ഉണ്ട്, വണ്ടിയിലുണ്ട്, വേണമെങ്കിൽ ഞാൻ ഇപ്പൊ എടുപ്പിക്കും, ഒരു പ്രശ്നമില്ല, ഇവിടെ അടുത്തന്നെ ഉണ്ട് വണ്ടിയിൽ.
ഈ ചോദ്യം കൊടുത്തു. നബി വഫാത്തായ ദിവസം തന്നെയാണല്ലോ നബി ജനിച്ചതും. അപ്പോൾ വഫാത്തായതിൽ ദുഃഖിക്കാതെ ജനിച്ചതിൽ സന്തോഷിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നൊരു ചോദ്യം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ പുസ്തകത്തിൽ അതിന് മറുപടി എഴുതി വെച്ചു. എന്താ മറുപടി എന്നറിയോ? എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഖൈറാണെന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിന്റെ വേർപാട് കൊണ്ട് ദുഃഖിക്കേണ്ടതില്ല എന്ന് മനസ്സിലായി. ഇതെന്റെ വാക്കല്ല, പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നബിയുടെ വഫാത്ത് കൊണ്ട് ദുഃഖിക്കേണ്ടതില്ല എന്ന് മനസ്സിലായി. കാരണം നബി പറഞ്ഞിട്ട് കൊണ്ടത്രേ എന്ത് എന്റെ ജീവിതവും മരണവും ഹൈർ. നബി മരിച്ചത് നന്നായി. ഇതാരാ പറയാ മന്ന സഹോദര? നബി മരിച്ചത് നന്നായി എന്ന് പറയുന്ന ആരാ? അബൂബക്കർ സിദ്ദീഖ് പറയോ? തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നു? ഉമറുൽ ഫാറൂഖ് പറയോ? തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഉമറുൽ ഫാറൂഖ് അത് പറയും? ഉമറുൽ ഫാറൂഖ് എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി വഫാത്തായി എന്ന വാർത്ത കേട്ടപ്പോ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അലറി, മാ മാത റസൂലുള്ളാഹ്, എന്റെ നേതാവ് മരിക്കൂലടാ, എന്റെ നേതാവിന് മരണമില്ലടാ. മാ മാത റസൂലുള്ളാഹ്, ഏതോ മുനാഫിക്ക് പറഞ്ഞതാണടാ, എന്റെ റസൂല് മരിക്കൂല. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മരണവാർത്ത കേട്ടപ്പോ ഓ നബി മരിച്ചത് നന്നായി, അൽഹംദുലില്ലാ, റാഹത്തായി എന്നാ പറഞ്ഞത്? ആണോ? ഏതെങ്കിലും ഒരു സഹാബി പറയാൻ പറ്റുമോ? മാന്യ സഹോദരങ്ങളെ, ഹബീബ് അവരുടെ കൽബല്ല, ഹൃദയം. ആ ഹൃദയത്തിന്റെ ഉള്ളിൽ തുടിക്കുന്ന ആ തുടിപ്പിനേക്കാൾ അവർ അടുപ്പം വെച്ചത് ഹബീബിനോടാണ്. അവരുടെ കരളിനേക്കാൾ അവർ അടുപ്പം വെച്ചത് ഹബീബിനോടാണ്. അതാണ് ഉഹുദിന്റെ രണഭൂമിയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെട്ടു പോയപ്പോ നബിയുടെ കൂടെ 12 പേരും മാത്രം. ഉഹുദിൽ 12 ആളുകൾ മാത്രം നബിയുടെ കൂടെ, വേറെ ആരുമില്ല. ആ 12 ആളുകൾ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബാക്കിയാകുമ്പോ നബി ഒറ്റപ്പെട്ടു പോയെന്ന് കണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഹബീബിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആർത്തിരമ്പി വരുമ്പോ നബി ചോദിച്ചു, ആര് പോകും? 12 പേരോടാ ചോദിക്കുന്നത്. തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനാ യാ റസൂലല്ലാഹ്, ഞാൻ പോകാം. നബി പറഞ്ഞു, തൽഹ നീ എവിടെ നിൽക്ക്, വേറെ ആര് പോകും? വേറൊരു സഹാബിയോട് ഞാൻ പോകാൻ നബി. അദ്ദേഹം പോയി. വഫാത്താകുന്നത് വരെ, ഷഹീദാകുന്നത് വരെ അദ്ദേഹം പോയി പോരാടി, ഷഹീദായി. രണ്ടാമത്തെ ആള് പോയി, മൂന്നാമത്തെ ആള് പോയി, നാലാമത്തെ ആള് പോയി, അഞ്ചാമനും പോയി, അവസാനം 11 പേര് പോയി ഷഹീദായി. ബാക്കി 2 പേരും മാത്രം ബാക്കി. ഒന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും രണ്ടാമത് മഹാനായ തൽഹയും. ആ ഘട്ടത്തിൽ വീണ്ടും ഇസ്ലാമിന്റെ ശത്രുക്കൾ ആർത്തിരമ്പി വന്നപ്പോ നബി ചോദിച്ചു, ആരോടും മുഖത്ത് നോക്കാതെ ചോദിച്ചു, ഇനി ആര് പോകും? മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ പോകാം. തൽഹ റളിയല്ലാഹു അൻഹു ഒറ്റക്കിറങ്ങി ഓടി. അവിടെ ചെന്നിട്ട് ആ ശത്രുക്കളുമായി ഒറ്റക്ക് നിന്ന് പോരാടിയിട്ട് അദ്ദേഹം അവരോട് പോരടിച്ച് അവസാനം ഒരു ശത്രു ഒരു വാളെടുത്ത് വെട്ടുമ്പോ മഹാനായ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൈപ്പത്തി മുറിഞ്ഞു വീണു, വിരലുകൾ അറ്റു വീണു. വിരലറ്റ കൈയുമായി മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി ഹബീബിനെ. നബി അവിടെ ഉണ്ടോ? നോക്കുമ്പോൾ പേമാരി പോലെ ഹബീബിനെ നോക്കിയിട്ട് ശത്രുക്കൾ ചുറ്റും നിന്നുകൊണ്ട് അമ്പയുകയാണ്, ഹബീബിന് നേരെ അമ്പയുകയാണ്. അതിലൊന്നാണ് ഹബീബിന്റെ മുമ്പിൽ വന്ന് കൊണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ തനിച്ച് കണ്ടപ്പോ തൽഹ റളിയല്ലാഹു അൻഹു നേരെ തിരിച്ചോടി. ഹബീബിന്റെ അടുക്കൽ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, യാ നബിയല്ലാഹ്, യാ നബിയല്ലാഹ്, യാ നബിയല്ലാഹ്, അന്ത അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയേക്കാൾ എന്റെ ഉപ്പയേക്കാൾ എനിക്ക് വേണ്ടപ്പെട്ടവൻ നിങ്ങളാണ് നബിയേ. ലാ തുശ്രിഫ് യുസീബുക സഹമും മിൻ സിഹാമിൽ ഖൗം നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്, ആ അമ്പിൽ ഒന്നുപോലും അങ്ങയുടെ ശരീരത്തിൽ പതിക്കില്ല നബിയേ. കാരണം തൽഹയുടെ നെഞ്ച് അങ്ങയുടെ നെഞ്ചിന് മീതെയുണ്ട് നബിയേ. ഇനി ഒരു അമ്പ് വന്നാൽ അത് തൽഹയുടെ നെഞ്ചിലല്ലാതെ അങ്ങയുടെ ശരീരത്തിൽ പതിക്കില്ല എന്ന് പറഞ്ഞ് ഹബീബിന് വലയം സൃഷ്ടിച്ച മഹാനായ തൽഹ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഹുദ് തൽഹയുടേതാണ്. കാരണം ഞാൻ നബിയുടെ വലതുഭാഗത്ത് നോക്കുമ്പോൾ അവിടെ തൽഹയുണ്ടായിരുന്നു, ഇടതുഭാഗത്തും തൽഹയുണ്ടായിരുന്നു, മുന്നിലും പിന്നിലും തൽഹയുണ്ടായിരുന്നു. അതേ തൽഹ ഹബീബിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരുന്നു. അമ്പുകൾ വരുന്ന മുറക്ക് ഹബീബിന് പരിചയായി കടന്നു വന്നത് തൽഹയായിരുന്നു. തൽഹയുടെ നെഞ്ചു കാട്ടി അമ്പുകളെ ഏറ്റുവാങ്ങാൻ തൽഹ ഒരുങ്ങി നിന്നിരുന്നു എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്ക, ഇങ്ങനെ ഹബീബിനെ സ്നേഹിച്ചവന് ഹബീബ് വേർപെട്ടു പോയാൽ, ഹബീബ് വഫാത്തായാൽ സഹിക്കാൻ കഴിയായിരുന്നോ? ഉഹുദിൽ ഖുതില മുഹമ്മദ് വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരന്നപ്പോ
വിശ്വാസികളായ ആളുകൾ പോലും അവർ ശക്തി ചോർന്നു പോയപ്പോ നിങ്ങൾക്കറിയാം, ആ ഉഹുദിലേക്ക് ഒരു പെണ്ണോടി വന്ന ചരിത്രം, ബനൂ ദീനാർ ഗോത്രത്തിൽപ്പെട്ടൊരു പെണ്ണ് ഓടി വന്ന ചരിത്രം. ആ സ്ത്രീയെ പറ്റി പറഞ്ഞത് ആ സ്ത്രീയുടെ സഹോദരനും ആ സ്ത്രീയുടെ ഭർത്താവും ആ സ്ത്രീയുടെ പിതാവും അവിടെ ഷഹീദായിരുന്നു. ആ പെണ്ണ് ഓടി വരികയാണ് രണാങ്കണത്തിലേക്ക്. എല്ലാരും വിചാരിച്ചു ഉപ്പയെ കാണാൻ വരികയാണ്. ചിലർ വിചാരിച്ചു ഭർത്താവ് ഷഹീദായത് അറിഞ്ഞിട്ട് വരികയാണ്. വേറെ ചിലർ വിചാരിച്ചു സഹോദരൻ ഷഹീദായത് അറിഞ്ഞിട്ട് വരികയാണ്. ആളുകൾ തടഞ്ഞിട്ട് പറഞ്ഞു, മോളെ അങ്ങോട്ട് പോകരുത്, അവിടെ നിന്റെ ഉപ്പയുടെ മയ്യത്താണ്, വികൃതമാക്കപ്പെട്ട മയ്യത്താണ്, നിന്റെ സഹോദരന്റെ മയ്യത്തുള്ള സ്ഥലമാണ്, നിന്റെ ഭർത്താവ് അതേ വെട്ടേറ്റ് കിടക്കുന്ന സ്ഥലമാണ്, മോളെ തടയരുത്. ആ പെണ്ണ് ചോദിച്ചത് എന്റെ ഉപ്പക്ക് എന്ത് പറ്റിയെന്നല്ല, എന്റെ സഹോദരന്റെ മയ്യത്ത് എവിടെയെന്നല്ല, എന്റെ പിതാവിന്റെ മയ്യത്ത് എവിടെയെന്നല്ല. നേരെ മറിച്ച് ആ സ്ത്രീ ചോദിച്ചത്രേ, മാ ഫഅല റസൂലുള്ളാഹ്, എന്റെ ഹബീബ് എവിടെയാണ്, എന്റെ നേതാവ് എവിടെയാണ്, ഹബീബിന് എന്താ സംഭവിച്ചത്? ആ പെണ്ണിങ്ങനെ ചോദിച്ചു എന്നാണ്, സ്ത്രീ ഇങ്ങനെ ചോദിച്ചു. അവസാനം ആകെ ഒരു ഭ്രാന്തിയെ പോലെ ഉഹുദ് രണഭൂമിയിലൂടെ ആ പെണ്ണിങ്ങനെ അലറി വിളിച്ച് നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് വന്ന ഒരു സഹാബി പറഞ്ഞു ആ സ്ത്രീയോട്, മോളെ വിഷമിക്കണ്ട, ഖൈറയ്യാ ഉമ്മ ഫുലാൻ ഹുവ ബിഹംദില്ലാഹ് കമാ തുഹിബ്ബീൻ, നീ ഇഷ്ടപ്പെട്ടതുപോലെ നീ ആഗ്രഹിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, നബി സുരക്ഷിതനാണ് എന്ന് ആ ആള് വന്ന് നബിയോട് ആ സ്ത്രീയോട് പറയുമ്പോ ആ സ്ത്രീ പറയാണ്, എന്നെ അങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട, ഞാനങ്ങനെ സമാധാനിക്കൂല. നേരെ മറിച്ച് അറൂനി ഹത്താ അൻദുറ ഇലൈഹി, നബിക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് നബിയെ കാണണം എന്റെ കണ്ണുകൊണ്ട് കണ്ടാലല്ലാതെ ഞാൻ വിശ്വസിക്കൂല. ആ സഹാബി ഫഉശീറ ലഹാ ഇലൈഹി, നബി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു, ദാ നിൽക്കുന്നു നബി, ദാ നിൽക്കുന്നു നബി. ആ പെണ്ണ് ഓടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്നിട്ട് നബിയോട് പറയാണ്, നബിയെ അങ്ങയെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി, എന്റെ ഉപ്പ ഷഹീദായി പോയി നബിയെ, എന്റെ സഹോദരനും എന്റെ ഭർത്താവും ഷഹീദായി പോയി നബിയെ, വൈദവ്യത്തിന്റെ ഭാരം ഇനി ഞാൻ പേറേണ്ടി വരുമെന്ന് എനിക്കറിയാം നബിയെ, പക്ഷേ ഓ നബിയെ താങ്കൾ സുരക്ഷിതനാണെങ്കിൽ, താങ്കൾക്കൊരു കുഴപ്പവുമില്ല എങ്കിൽ, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ യാ റസൂലല്ലാഹ്, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ യാ റസൂലല്ലാഹ്, ഓ നബിയെ അങ്ങ് സുരക്ഷിതനാണെങ്കിൽ എനിക്കെന്ത് ബാധിച്ചാലും, എന്റെ ഉപ്പ എനിക്ക് വേർപെട്ടു പോയാലും, എന്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടാലും, എന്റെ സഹോദരൻ ഷഹീദായിട്ടുണ്ടെങ്കിലും അതെല്ലാം എനിക്ക് നിസാരമാണ് നബിയേ. ആ സ്ത്രീയുടെ ഖൽബ് എത്രയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹബീബിനെ സ്നേഹിച്ചത് ആ സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഹബീബ് വഫാത്തായി എന്ന് കേട്ടാൽ അത് ഉൾക്കൊള്ളാനുള്ള ഖൽബ് ഏത് സഹാബിക്കാ മാന്യ സഹോദരങ്ങളെ ഉള്ളത്? ഏത് സഹാബിയാ സഹോദര പറഞ്ഞത് ഹബീബ് വഫാത്തായത് ദുഃഖിക്കണ്ടില്ലെന്ന്? സുയൂത്തി ഇമാം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സന്തോഷിക്കുന്ന ചില സാധുക്കളെ നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? ഹബീബ് വഫാത്തായതിൽ ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഏക വിഭാഗം ഈ ആളുകളാണ്, ഈ നബിദിനത്തിന്റെ ആളുകളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തൊരാൾ ഇത് പറയില്ല, ഹബീബിനെ അറിയുന്ന ഒരാളും അത് പറയില്ല, നബി അറിയുന്ന ഒരാളും അത് പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് അതിന്റെ പേര് ദുഃഖിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല എന്ന് ഒരു സഹാബിക്കും അതറിയില്ല, ഒരു സഹാബിക്കും അതറിയില്ല. എത്ര സഹാബികളുടെ ചരിത്രം നിങ്ങൾക്ക് കേൾക്കണം. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം ഞാൻ പറയണ്ടല്ലോ, എത്ര കേട്ടു നിങ്ങൾ, ഞാൻ പറയണ്ടല്ലോ. ആ ഉമർ റളിയല്ലാഹുവിനെ അടക്കാൻ, സമാധാനിപ്പിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വരണ്ടി വന്നു, പ്രസംഗിക്കേണ്ടി വന്നു. അദ്ദേഹം പ്രസംഗിച്ചു, എന്ത്? മൻകാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്നുവെങ്കിൽ ഇന്ന മുഹമ്മദൻ ഖദ് മാത്, അറിഞ്ഞോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ആ അല്ലാഹയാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഒരിക്കലും മരിക്കാത്തവൻ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബതും അലാ അഖാബികും എന്ന ആയത്ത് ഓതി കൊടുക്കേണ്ടി വന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വിശ്വസിപ്പിക്കാൻ. നബി വഫാത്തായി എന്ന് സ്വഹാബത്തിനെ വിശ്വസിപ്പിക്കാൻ ആയത്ത് ഓതേണ്ടി വന്നു. മനസ്സിലാക്കണം, അതാണ് സ്വഹാബ. ഇനി നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹിയോട് ഒട്ടിപ്പിടിച്ച സ്വഹാബി ബിലാൽ മുഅദ്ദിൻ. വായിക്കണം ചരിത്രം. ആ ബിലാൽ മുഅദ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അന്ന് ളുഹറിന് ബാങ്ക് കൊടുക്കാൻ എഴുന്നേറ്റു. ബാങ്ക് പൂർത്തിയാക്കിയോ? ഇല്ല. ഖനഖത്തിൽ അബറാത്ത്, അദ്ദേഹത്തിന്റെ ശബ്ദം തൊണ്ടയിൽ ഉടക്കിന ചരിത്രം. എപ്പോഴാ? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ തൊണ്ടയിൽ ഉടക്കാണ് ശബ്ദം. അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല മഹാനായ ബിലാൽ മുഅദ്ദിന്. ചിന്തിക്കണം, ആലോചിക്കണം. ഇനി ചില ആളുകൾ പറഞ്ഞല്ലോ 3 ദിവസം ആയിക്കോട്ടെ, ബിലാൽ 3 ദിവസം ബാങ്ക് കൊടുത്തിട്ടില്ല.
മൂന്നാം ദിവസം പിന്നെ ബാങ്ക് കൊടുത്തു. മൂന്നാം ദിവസം ബാങ്ക് കൊടുക്കുമ്പോ അന്നും ബിലാൽ ബാങ്ക് കൊടുത്തിട്ട് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നിങ്ങനെ വിളിച്ചു പറയുമ്പോ അതുവരെ ബിലാലിന്റെ ബാങ്ക് കേട്ടുകൊണ്ട് മദീനയുടെ ഈ തപ്പനകൾ പോലും രോമാഞ്ചം കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ബിലാൽ മുഅദ്ദിൻ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മൂന്നാം ദിവസം എഴുന്നേറ്റ് ബാങ്ക് കൊടുക്കുമ്പോഴും അത് കേട്ടവരും ബിലാലും വാവിട്ട് കരഞ്ഞു പോകുന്നു. ബാങ്ക് പൂർത്തിയായിട്ടില്ല. അതാണ് സ്വഹാബ. ആ ബിലാൽ പിന്നെ മദീനയിൽ ജീവിക്കാൻ പോലും ആഗ്രഹിച്ചില്ല എന്നാ. ഹബീബിന്റെ വഫാത്തിന് ശേഷം മദീന വിട്ടുപോകാൻ തീരുമാനിച്ചു ബിലാൽ. മദീന ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മദീനയുടെ ഓരോ ശ്വാസത്തിലും ഹബീബിന്റെ അടയാളപ്പെടുത്തലുണ്ട്. ഹബീബിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ തിങ്ങാൻ ബിലാൽ മോദിന്. അതുകൊണ്ടാ ബിലാൽ അബൂബക്കർ അടുക്കൽ ചെന്നത്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വിടുതി തരണം, ഞാൻ പോവുകയാണ്, ബാങ്ക് വിളിക്കുക എന്ന ചാർജിൽ നിന്ന് ഞാൻ ഒഴിവാകുകയാണ്, വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം. അബൂബക്കർ ചോദിച്ചു, നീ എങ്ങോട്ടാ പോണേ? ഞാൻ ഷാമിലേക്കാ പോകുന്നത്, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് നിൽക്കാൻ കഴിയില്ല. അബൂബക്കർ സിദ്ദീഖ് തടഞ്ഞു ബിലാൽ മുഅദ്ദിനെ, തടഞ്ഞു. പക്ഷേ ബിലാൽ സമ്മതിച്ചില്ല. ഞാൻ പോകുന്ന ഒറ്റ വാശിയിൽ നിന്നു ബിലാൽ. നബിയില്ലാത്ത മദീനയിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞിട്ട് വാശിക്ക് നിന്നു. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശകാരിച്ചു, വളരെയധികം ശക്തിയായി വിമർശിച്ചു ബിലാലിനെ. എന്താ നീ കാണിക്കുന്നത്? തടഞ്ഞു നിർത്തി. ഞാൻ അനുവദിക്കില്ല. അബൂബക്കറിന്റെ ഖിലാഫത്ത് കാലത്ത് ബിലാൽ ഇവിടുന്ന് പോകില്ല, ബിലാലിനെ പോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിത്തെറിച്ചു. എന്നിട്ട് അബൂബക്കറിനോട് പറഞ്ഞു, അബൂബക്കറെ, നിനക്കെന്നോട് കൽപ്പിക്കാൻ അധികാരമുള്ളവനാണ്, എന്നെ ശാസിക്കാൻ അധികാരമുള്ളവനാണ്. നിന്റെ ശബ്ദം ബിലാലിന് മറക്കാൻ കഴിയില്ല. ബിലാലിന്റെ ഇന്നലകളെ ബിലാൽ മറന്നിട്ടില്ല. നീ എന്നോട് കൽപ്പിച്ചല്ലോ, എന്നെ തടയുമെന്ന് പറഞ്ഞല്ലോ. നിനക്കെന്നെ തടയാനും പിടിച്ചു വെക്കാനും അധികാരമുണ്ടെന്ന് എനിക്കറിയാം. ഇന്നലകളെ മറക്കാത്തവനാണ് ബിലാൽ. ഈ ബിലാലിന്റെ ഇന്നലകളിൽ ഒരു ദിവസമുണ്ടായിരുന്നു, ബിലാൽ മരണത്തെ മുന്നിൽ കണ്ട ദിവസം. എന്നിട്ട് ആ രംഗം ഇങ്ങനെ ബിലാൽ ഓർമ്മിപ്പിച്ചു കൊടുത്തു അബൂബക്കറിന്. ഞാൻ ഉമയ്യത്തിന്റെ അടിമയായി കഴിയുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മക്കത്ത് വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശവുമായി കടന്നു വരുമ്പോ ഹബീബിനെ കേൾക്കാനുള്ള കൽബ് നിറഞ്ഞുള്ള ആഗ്രഹവുമായി ഉമയ്യത്തിന്റെ അടിമച്ചങ്ങല അത് കാൽ ബന്ധിക്കപ്പെട്ട ഈ ബിലാൽ പോയിട്ടുണ്ട് ദാറുൽ അർഖമിൽ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദാറുൽ അർഖമിൽ ഇരുന്ന് ഒളിഞ്ഞ് രഹസ്യമായി പ്രബോധനം നടത്തുന്ന കാലഘട്ടത്തിൽ ആ റസൂലുള്ളാഹിന്റെ ചാരത്ത് പ്രവാചകന്റെ ശബ്ദം കേൾക്കാൻ ദാറുൽ അർഖമിൽ പോയിട്ട് ബിലാൽ കാതുകൂർപ്പിച്ചിരുന്നപ്പോ, പതുങ്ങിയിരുന്നപ്പോ കാൽമര പെരുമാറ്റം കേട്ട പ്രവാചകൻ ചോദിച്ചു, ആരാണത്? ഞാൻ പറഞ്ഞു, ബിലാലാണ്, ഉമയ്യത്തിന്റെ അടിമയാണ്. എന്നെ നബി അടുത്തേക്ക് വിളിച്ചിട്ട് വിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദിന്റെ സുന്ദരമായ ആദ്യാക്ഷരങ്ങൾ എന്നോട് പറഞ്ഞു തന്നപ്പോ അത് ഞാൻ കേട്ടിട്ട് എന്റെ കൽബ് ആ തൗഹീദിന്റെ സുന്ദരമായ മാധുര്യം നിറഞ്ഞ ആ സന്ദേശം കേട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ ആകൃഷ്ടനായിട്ട് ഹബീബിന്റെ കയ്യിൽ ഈ കറുത്ത കൈകൊണ്ട് ഞാൻ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞുപോയി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അങ്ങനെ ആ ബിലാൽ കടന്നു വന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ലോകത്തേക്ക് എന്റെ യജമാനന്റെ അനുവാദമില്ലാതെ, ഉമയ്യത്തിന്റെ അനുവാദമില്ലാതെ ഞാൻ എന്നിട്ട് രഹസ്യമായി റസൂലുള്ളാഹിയെ കണ്ടുകൊണ്ടേയിരുന്നു. എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം വീക്ഷിച്ച ഉമയ്യത്ത് ഒരിക്കൽ എന്നോട് ചോദിച്ചു, ബിലാൽ, നിനക്കെന്ത് പറ്റി? എന്തേ നിനക്ക് ഇങ്ങനെ മാറ്റം? എന്തേ നിനക്ക് സംഭവിച്ചത്? ഒരു വേള എനിക്ക് എന്റെ യജമാനോട് കളവ് പറയാമായിരുന്നു, ഒളിച്ചു വെക്കാമായിരുന്നു, പക്ഷെ എനിക്ക് സാധിച്ചില്ല. എന്റെ യജമാനോട് കൂടി തൗഹീദ് പറയാൻ കഴിയുന്ന ആ സാഹചര്യം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ തുറന്നു പറഞ്ഞു, അന ഫീ മില്ലത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എതിർക്കുന്ന മുഹമ്മദിന്റെ മാർഗത്തിലാണ് ഞാൻ. ആ ഏകനായ റബ്ബ്, ആകാശഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, അവൻ മാത്രമാണ് ഇലാഹ്, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന സുന്ദരമായ ആശയം, ആ ആശയത്തിലേക്ക് ഞാൻ കടന്നു വന്നു. എന്റെ കൽബകത്ത് ഞാൻ പ്രതിഷ്ഠിച്ചിരുന്ന ലാത്ത എന്ന വിഗ്രഹത്തെ, ഉസ്സ എന്ന വിഗ്രഹത്തെ, മനാത്തയെ, ഹുബുലാലയെ, ഇബ്രാഹിമിനെ, ഇസ്മായിലിനെ ഞാൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആ സ്ഥാനത്ത് ഏകനായ ഇലാഹ് അള്ളാഹുവിനെ മാത്രം ഞാൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് കേട്ട് കേൾക്കേണ്ട താമസം ഉമയ്യത്ത് ഇളകി. അയാൾ കരിശം കയറി അടിച്ചു, ബിലാലിനെ ഇടിച്ചു, പ്രഹരിച്ചു, ചാട്ടവാറ് കൊണ്ടിടിച്ചു. മാറാൻ പറഞ്ഞിട്ട് ബിലാൽ മാറിയില്ല. ബിലാൽ ഉറക്കെ പറഞ്ഞു, അല്ലാഹു അഹദ്,
അല്ലാഹു അഹദ്, അല്ലാഹ് ഏകനാണ്, അല്ലാഹ് ഏകനാണ്, അല്ലാഹ് ഏകനാണ്. ആ ശബ്ദം കേൾക്കാൻ കഴിയാതെ ഉമയ്യത്തിന്റെ കാലുകൾ ബന്ധിച്ചിട്ട് കുതിരവാലുമായി കൂട്ടിക്കെട്ടിയിട്ട് അതേ തെരുവോരങ്ങൾ മക്കയുടെ മരുഭൂമിയിലൂടെ എന്നെ വലിച്ചുകൊണ്ട് നടന്നിട്ട് എന്റെ ശരീരത്തിൽ നിന്നും മാംസം ഇങ്ങനെ എന്റെ ശരീരത്തിൽ നിന്നും തൊലി ഇങ്ങനെ ഉരിഞ്ഞു മാറി. അത്രമാത്രം എന്നെ പീഡിപ്പിച്ചിട്ട് ചോദിച്ചു, പിന്മാറുമോ? ഞാൻ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അവസാനം ഉമയ്യത്തിന്റെ കിങ്കരന്മാർ എന്നെ വലിച്ചു കൊണ്ടുപോയി ഫതഹാഇന്റെ മലമടക്കുകൾക്കിടയിലിട്ടിട്ട് എന്നെ ചാട്ടമാറുകൊണ്ട് ആഞ്ഞടിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ ഉരുണ്ടു മരുഭൂമിയിൽ കിടന്നു. അവസാനം ഞാൻ ഉരുളാതിരിക്കാൻ വേണ്ടി വലിയ പാറക്കല്ലെടുത്തുകൊണ്ട് വന്ന് ഈ പാവപ്പെട്ട ബിലാലിന്റെ നെഞ്ചിലേക്ക് കയറ്റിവെച്ചു. ആ പാറയുടെ ആ കരിങ്കല്ലിന്റെ ഭാരം കൊണ്ട് എന്റെ വാരിയല്ലുകൾ ഞെരിഞ്ഞമർന്നു. അപ്പോഴും എന്നെ ആഞ്ഞടിച്ചു കൊണ്ടിരുന്നു. ബിലാല് മരണം മുന്നിൽ കണ്ടു. ബിലാല് മരിക്കുമെന്ന് ഉറപ്പിച്ചു. തപിക്കുന്ന സൂര്യനു താഴെ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ ബിലാല് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ ബിലാലിന്റെ ആ തൊണ്ട വരണ്ടുപോയ ഘട്ടത്തിൽ മരണം മുന്നിൽ കണ്ട് ബിലാൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആതിഷ്, ആതിഷ്, ദാഹം, ദാഹം എന്നിങ്ങനെ വിളിച്ചു പറയുമ്പോ കരുതി ഞാൻ എന്റെ നാവിലേക്ക് ആ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ അല്പം വെള്ളം ഇറ്റിച്ചു തരുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഇല്ല, അവരെനിക്ക് വെള്ളം തന്നില്ലെന്ന് മാത്രമല്ല, ദാഹപരിവശനായ ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി വാവിട്ട് നിലവിളിക്കുമ്പോ ഉമയ്യത്തിന്റെ കിങ്കരന്മാരന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയപ്പോ ആ തുപ്പൽ നാവ് കൊണ്ട് നക്കിത്തുടച്ച് ബിലാൽ തൊണ്ട നനച്ച ദിവസം ബിലാലിന് മറക്കാൻ കഴിയില്ല. അന്ന് നോക്കി ബിലാൽ ചുറ്റുഭാഗവും ഫതഹാഇന്റെ മലമടക്കുകൾക്കിടയിലേക്ക് ആരെങ്കിലും വരുമോ എന്നെ രക്ഷിക്കാൻ, എന്നെ എടുത്തുകൊണ്ട് പോകാൻ, എന്റെ നെഞ്ചകത്ത് നിന്ന് ഈ പാറ, ആ ഭാരം വമിക്കുന്ന ആ പാറയെടുത്തു മാറ്റാൻ ആരെങ്കിലും വരുമോ എന്ന് വെറുതെ ബിലാൽ കൊതിച്ചിട്ടുണ്ട്. ബിലാൽ ആ മലമടക്കുകൾക്കിടയിലേക്ക് നോക്കിയപ്പോ ആരും വന്നില്ല. പക്ഷേ ഞാൻ കണ്ടു ആ നേതാവ്, എന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന വേളയിൽ എന്റെ നേതാവ് നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ആ ഹബീബ് കരയുന്നുണ്ടായിരുന്നു. നബി നിസ്സഹായകനായി നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി പോയപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഇനി ഒരിക്കലും ബിലാൽ ജീവിതത്തിലേക്ക് പോകില്ല. ബിലാലിന്റെ അന്ത്യ നിമിഷമാണിത് എന്ന് കരുതി ബിലാൽ വീണ്ടും വീണ്ടും ഉറക്കെ പറഞ്ഞു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അത് ഉച്ചരിച്ചുകൊണ്ട് ബിലാൽ മരിക്കുമെന്ന് ഉറപ്പിച്ചു കിടക്കുമ്പോ ഞാൻ കേട്ടു അബൂബക്കറെ ഒരു ശബ്ദം. ഞാൻ കേട്ടു എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ശബ്ദം, എനിക്ക് വേണ്ടി വില ചോദിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. അത് നിന്റെ ശബ്ദമായിരുന്നു. ഞാൻ കാതുകൂർപ്പിച്ചു, അബൂബക്കറെ നീ വിലപേശുകയാണ് എന്റെ യജമാനനുമായി. വലിയൊരു സംഖ്യയാണ് എന്റെ മോചനത്തിന് വേണ്ടി എന്റെ യജമാനൻ ഉമയ്യത്ത് ചോദിച്ചത്. ഭീമമായൊരു സംഖ്യ ഈ പാവപ്പെട്ട നീഗ്രയായ കറുത്തവനായ അടിമയായ ബിലാലിന്റെ മോചനത്തിന് വേണ്ടി ഉമയ്യത്ത് ചോദിച്ചപ്പോ ഒരു മടിയും കൂടാതെ ആ ഉമയ്യത്ത് ചോദിച്ച പണം ഉമയ്യത്തിന്റെ മുഖത്തേക്ക് നീ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് എന്റെ അടുത്തേക്ക് വന്നിട്ട് ആ പാറക്കല്ല് എടുത്തു മാറ്റിയ ദിവസം ഈ ബിലാൽ മറന്നിട്ടില്ല അബൂബക്കറെ. മൃതപ്രാണനായ എന്നെ വാരിയെടുത്തങ്ങ് തോളത്തിട്ട് കൊണ്ടുപോയ ദിനം ഞാൻ മറന്നിട്ടില്ല അബൂബക്കറെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ബിലാൽ ആ നാളിനെ കുറിച്ച് പറഞ്ഞപ്പോ നിറകണ്ണുകളോട് അബൂബക്കർ ചോദിച്ചു, അല്ല ബിലാലെ, നീ എന്തിനാണ് ഇപ്പോൾ ഇത് പറയുന്നത്? എന്തിനാണ് ഈ കാര്യം എന്നെ ഓർമ്മിപ്പിക്കുന്നതെന്ന് ബിലാലിനോട് അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുമ്പോ ബിലാൽ പറയാണ്, ആ ദിവസം ഇന്ന് ഞാൻ ഓർമ്മിപ്പിച്ചത് നീ എന്നെ തടഞ്ഞല്ലോ, നിന്റെ അധികാരത്തിന്റെ ദണ്ട് കൊണ്ട് നീ എന്നെ തടഞ്ഞു നിർത്തിയല്ലോ. ആ തടഞ്ഞത് കൊണ്ട് അബൂബക്കറെ നിന്നോട് ഞാൻ ചോദിച്ചത്. ഇന്നെനിക്ക് ചോദിക്കാനുണ്ട് നിന്നോടൊരു ചോദ്യം. ഇൻ കുന്തശ്തറൈതനി ലിനഫ്സിക ഫഅംസിക്നി, ഇൻ കുന്തശ്തറൈതനി ലിനഫ്സിക ഫഅംസിക്നി. അന്നാ ഫതഹാഇന്റെ മലമടക്കിൽ നിന്ന് ഉമയ്യത്തിനോട് വിലപേശി ഈ നീഗ്രയായ അടിമയായ ബിലാലിനെ മോചിപ്പിച്ചത് അബൂബക്കറെ നിന്റെ അടിമയാക്കാനാണോ? എങ്കിൽ വിനീത വിധേയനായ ഒരടിമയായി നീ പറയുന്നതനുസരിച്ചുകൊണ്ട് അബൂബക്കറാകുന്ന യജമാനന്റെ കാൽച്ചുവട്ടിൽ ഈ അടിമയായ ബിലാൽ ഉണ്ടാകും. കൽപ്പിച്ചാലും യജമാനരെ ഫഅംസിക്നി, എന്നെ ഇവിടെ പിടിച്ചു വെച്ച് കൽപ്പിക്കൂ. ബിലാൽ അടിമയായി അബൂബക്കറിന് പാദസേവ ചെയ്യാൻ ഒരുക്കമാണ്. ബിലാൽ പഴയ അടിമത്തത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഒരുക്കമാണ്. ഫഅംസിക്നി യാ അബൂബക്കർ, ഓ അബൂബക്കറെ എന്നെ പിടിച്ചു വെക്ക്, അങ്ങനോട് കൽപ്പിക്ക്. വിനീത വിധേയനായ അടിമയായി അങ്ങയുടെ പാദസേവ ചെയ്ത് ഈ അടിമയായ ബിലാൽ ഉണ്ടാകും. നേരെ മറിച്ച്
നീ എന്നെ വില കൊടുത്ത് വാങ്ങിയത്, നീ എന്നെ വില കൊടുത്ത് മോചിപ്പിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണോ അബൂബക്കറെ? പടച്ചവന്റെ പ്രീതി പ്രതീക്ഷിച്ചിട്ടാണോ അബൂബക്കറെ? എങ്കിൽ എന്നെ വിട്ടേക്ക്. ഫഹല്ലിനി ലിമൻ ആതഖതനി ബി. നീ ആർക്ക് വേണ്ടിയാണോ എന്നെ വില കൊടുത്ത് മോചിപ്പിച്ചത്, ആരുടെ അടിമയാക്കി സ്വതന്ത്രനായി പ്രഖ്യാപിച്ച്, ആരുടെ അടിമത്തം അംഗീകരിച്ച് ഉറക്കെ തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഏത് റബ്ബിന് വേണ്ടി നീ എന്നെ ഒഴിഞ്ഞു വിട്ടോ, ആ റബ്ബിന്റെ വഴിയിലേക്ക് എന്നെ വിട്ടേക്ക് അബൂബക്കറെ, എന്നെ പറഞ്ഞു വിട്ടേക്ക് അബൂബക്കറെ. നീ ആർക്ക് വേണ്ടിയാ വില കൊടുത്തു വാങ്ങിയത്? നിനക്കാണതറിയുക, നീയാണ് തീരുമാനിക്കേണ്ടത്. മഹാനായ ബിലാൽ മുഅദ്ദിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ വല്ലാഹ്, അല്ലാഹുവിനെ തന്നെ സത്യം, ഞാൻ അല്ലാഹുവിന് വേണ്ടിയല്ലാതെ നിന്നെ ഞാൻ വില കൊടുത്തു വാങ്ങിയിട്ടില്ല. എന്റെ അടിമയാക്കാൻ ഒരിക്കലും എന്റെ കൽബ് കൊണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടിയാണ് മോനെ ഞാൻ നിന്നെ വില കൊടുത്തു വാങ്ങിയത്. അതുകൊണ്ട് ഒരിക്കലും ഇനി അബൂബക്കർ നിനക്ക് തടസ്സമല്ല, നിനക്ക് പോകാം. എവിടേക്കാണോ നീ ഉദ്ദേശിക്കുന്നിടത്തേക്ക് നിനക്ക് പോകാം, എവിടേക്കും നിനക്ക് പോകാം എന്നാ ഖലീഫ മഹാനായ ബിലാൽ മുഅദ്ദിനോട് പറയുമ്പോ ബിലാൽ മുഅദ്ദിൻ പറഞ്ഞ വാചകമുണ്ട് അബൂബക്കറിനോട്. കാരണം അബൂബക്കറിന്റെ കൽബ്, അബൂബക്കറിന് ബിലാലിനോടുള്ള സ്നേഹം അറിയാം ബിലാലിന്. ബിലാൽ പറഞ്ഞു, അബൂബക്കറെ, നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല ബിലാൽ വാശി പിടിച്ചത്, നേരെ മറിച്ച് ഇന്നി ലാ ഉഅദ്ദിനു ലി അഹദിൻ ബഅദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് ശേഷം ഒരാൾക്ക് വേണ്ടിയും ബിലാലിന് ബാങ്ക് കൊടുക്കാൻ കഴിയുന്നില്ല അബൂബക്കറെ, കഴിയില്ല. അതുകൊണ്ടാണ് ഈ ബിലാൽ പോകുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ആ ബിലാൽ പോയി ഷാമിലേക്ക് പോയ ബിലാലിന്റെ ചരിത്രം വായിച്ചോ, അവിടെയും കാണാം വർഷങ്ങൾ എത്ര കഴിഞ്ഞു. അബൂബക്കർ എന്ന ഖലീഫ വഫാത്തായി, ഉമർ റളിയല്ലാഹു അൻഹു സാന്നിധ്യം ഏറ്റെടുത്തു, ആ ഭരണസാരഥിയായി മാറി. ആ ഘട്ടത്തിൽ ഒരിക്കൽ ഷാമിലേക്ക് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വർഷങ്ങൾക്ക് ശേഷം കടന്നു ചെല്ലുമ്പോ അവിടെ ഉണ്ട് ബിലാൽ അവിടെയുണ്ട്, ഷാമിലുണ്ട്. ബിലാലിനെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു, വിശേഷങ്ങൾ ചോദിച്ചു, സുഖവിവരങ്ങൾ അന്വേഷിച്ചു. അവിടെ ആളുകൾ കൂടി. അവിടെ വെച്ചുകൊണ്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലെ, നിന്റെ ബാങ്ക് കേൾക്കാൻ കൊതിയാകുന്നു ബിലാലെ, നീ ഒന്ന് ബാങ്ക് കൊടുക്കുമോ ബിലാലെ? നിന്റെ ആ മധുരമായ ശബ്ദം, ഹബീബിന്റെ പള്ളിയെ പ്രകമ്പനം കൊള്ളിച്ച ആ ശബ്ദം, മദീനയിലെ ഈത്തപ്പനകളെ രോമാഞ്ചം കൊള്ളിച്ച ആ ശബ്ദം ഒന്ന് ഉറക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട് ബിലാലെ, ബാങ്ക് കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോ ഒരു കുട്ടിയെ പോലെ മഹാനായ ബിലാൽ മുഅദ്ദിൻ എഴുന്നേറ്റിട്ട് രണ്ട് കൈയും ചെവിയിലേക്ക് ഉയർത്തിയിട്ട് ഉറക്കെ വിളിക്കുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ ശബ്ദം അങ്ങ് കേൾക്കുമ്പോൾ ബകാ ഉമർ വഅബ്കാ ഹത്ത ഖല്ലത്തിൽ ലഹ്യതു ബിദ്ദുമൂ, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വാവിട്ട് കരയുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. അദ്ദേഹത്തിന്റെ താടിരോമങ്ങൾ അതേ കണ്ണീര് കൊണ്ട് കുതിരുമാറ് അദ്ദേഹം കരഞ്ഞിട്ട് ബിലാൽ മുഅദ്ദിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, ബിലാൽ, നിന്റെ ശബ്ദം അങ്ങ് ഉയരുമ്പോ ചാരത്ത് ഹബീബുള്ളതുപോലെ അപ്പുറത്ത് ഹബീബുള്ളതുപോലെ അനുഭവപ്പെടുകയാണ് ബിലാൽ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വാവിട്ട് നിലവിളിച്ചത് ഷാമിന്റെ ചരിത്രത്തിലുണ്ട്, ബിലാലിന്റെ ചരിത്രത്തിലുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലുണ്ട്. എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ ശബ്ദം കേട്ടപ്പോൾ ഹബീബിനെ ഓർത്തവർ കരഞ്ഞത്? ഇത് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കിയില്ല എന്നത് മാന്യ സഹോദരങ്ങളെ ദുഃഖമല്ലേ? നമ്മൾ ചിന്തിക്കുക. ഒരാളോടും വാശിയുള്ളത് കൊണ്ടല്ല, ദേഷ്യമുള്ളത് കൊണ്ടല്ല, നേരെ മറിച്ച് നമ്മുടെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കുന്നു കൽബ് കൊണ്ട്. ആ ഹൃദയത്തിന്റെ തുടിപ്പായി ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ആ ഹബീബ് ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മുസ്ലിം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഹബീബിനെ അവൻ അനുകരിക്കുന്നത്. ആരെല്ലാം ആക്ഷേപിച്ചാലും, ആരെല്ലാം എതിർത്താലും, ആരെല്ലാം തീവ്രവാദി എന്ന് വിളിച്ചാലും, ആരെല്ലാം ഭീകരവാദിയാക്കിയാലും, ആരെല്ലാം ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും, ആരെല്ലാം മോശമായി ചിത്രീകരിച്ചാലും ഒരു മുസ്ലിം ഉയർത്തിപ്പിടിക്കുന്നു അവന്റെ ഇസ്സത്ത്, അവന്റെ അഭിമാനം. മരിക്കുമ്പോഴും ആ ഹബീബിനെ അനുകരിച്ചുകൊണ്ട്, ഹബീബിന്റെ നടപടിക്രമങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട്, ആ ഖബറിൽ ഹബീബിനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട്, ആ ഹബീബിനെ കാണിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോ ഹുവ റസൂലുള്ളാഹ്, അത് അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാന്യ മുഅ്മിനെ ഞാനും നിങ്ങളും ജീവിക്കുമ്പോ മനസ്സിലാക്കണം നമ്മുടെ ഹബീബിനെ. ഈ സമൂഹത്തിലേക്ക് കടന്നു വന്ന ദുരാചാരങ്ങളെ വലിച്ചെറിയണം. നമുക്ക് വേണ്ടത് ഹബീബ് പഠിപ്പിക്കാത്ത, ഹബീബിന്റെ വഫാത്ത് ദിനവും സന്തോഷിക്കുന്ന, അത് ആഘോഷിക്കുന്ന ഈ ദുരാചാരങ്ങൾ മുഴുവനും ഒഴിവാക്കി ആ ഹബീബ് പകർന്നു നൽകി പോയ സുന്ദരമായ എത്ര മുഹൂർത്തങ്ങളാണ് മാന്യ സഹോദര ആ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു പോയ എത്ര പാഠമാണ്. ഏത് ജനറേഷനും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഉന്നതമായ ആശയങ്ങളാണ്. ആ
ജീവിതം എങ്ങനെയെന്ന് പഠിപ്പിച്ച, സംസ്കാരം എന്തെന്ന് പഠിപ്പിച്ച, അയൽപക്ക ബന്ധമെന്തെന്ന് പഠിപ്പിച്ച, മര്യാദകൾ എന്തെന്ന് പഠിപ്പിച്ച, ഉത്തരവാദിത്തങ്ങൾ എന്തെന്ന് പഠിപ്പിച്ച, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ എന്തെന്ന് പഠിപ്പിച്ച, ഇബാദത്തുകൾ എന്താണെന്ന് പഠിപ്പിച്ച, അമാലുകൾ എന്താണെന്ന് പഠിപ്പിച്ച, ജീവിതത്തിന്റെ സകലതും നമുക്ക് പഠിപ്പിച്ചു തന്ന ആ നേതാവിനെ അനുകരിച്ചുകൊണ്ട്, ആ നേതാവിനെ പിൻപറ്റിക്കൊണ്ട് നമുക്ക് വിജയിക്കാം. അതിനുവേണ്ടി പരിശ്രമിക്കണേ, അതിനുവേണ്ടി പണിയെടുക്കണേ, അതിനുവേണ്ടി അധ്വാനിക്കണേ, അതിനുവേണ്ടി എല്ലാ നിലയിലും പരിശ്രമിക്കണേ എന്നാണ് എനിക്ക് എന്നോടും എന്റെ സഹോദരങ്ങളോടും സൂചിപ്പിക്കാനുള്ളത്. ആ വഴി തെരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകലാണ് നമ്മുടെ ബാധ്യത. എല്ലാവിധ സംഘടനാ പക്ഷപാതിത്വങ്ങൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് ഹബീബിന്റെ ചര്യക്ക് വേണ്ടി വാദിച്ചുകൊണ്ട്, റസൂലുള്ളാഹിന്റെ ജീവിതത്തെ പഠിച്ചുകൊണ്ട്, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് നൽകിയ വിശുദ്ധമായ ആശയങ്ങൾ നുകർന്നു നൽകിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ മാന്യ സഹോദരങ്ങളെ, ഏറ്റവും ഉന്നതമായ ആദർശമാണ് ഹബീബ് നമുക്ക് തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ലോകത്താർക്കും നൽകാൻ കഴിയാത്ത ഉന്നതമായ ആദർശം എല്ലാ രംഗത്തും നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മെ നല്ല മനുഷ്യരാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നല്ലവരായി ജീവിക്കാൻ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് നമ്മുടെ സ്നേഹം അങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്. ഒരു സംഭവം കൂടി ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയട്ടെ. ഒരു ദിവസം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ വുദു എടുക്കാൻ വേണ്ടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹബീബിന്റെ വുദു, ആ വുദുഇന്റെ വെള്ളം ശരീരത്തിന്റെ ഭാഗത്തിൽ ഒട്ടിയിട്ട് നിലത്തേക്ക് ഇങ്ങനെ ഒഴുകുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് വരികയാണ്. സഹാബത്ത് വന്നിട്ട് യതബാദറൂൻ, അവരിങ്ങനെ തിരക്ക് കൂട്ടുന്നു. എന്തിനു വേണ്ടി? വുദുഇഹി, ഹബീബിന്റെ ശരീരം തട്ടിയിട്ട് നിലത്തേക്ക് വീഴുന്ന വെള്ളത്തിന് വേണ്ടി, വുദുഇന്റെ വെള്ളത്തിന് വേണ്ടിയിട്ട് അവരിങ്ങനെ തിരക്ക് കൂട്ടുകയാണ്. മാത്രമല്ല ഹബീബിന്റെ കഫത്തിന് വേണ്ടി, തുപ്പലിന് വേണ്ടി അവരിങ്ങനെ തിരക്ക് കൂട്ടിയിട്ട് ആ റസൂലുള്ളാഹിന്റെ വെള്ളം ഇങ്ങനെ കൈകൊണ്ട് സ്വീകരിച്ച്, ഉമിനീരിങ്ങനെ കൈകൊണ്ട് സ്വീകരിച്ചിട്ട് അവരിതാ യംസഹൂന ബിവുജൂഹിഹിം, അവരുടെ മുഖത്ത് പുരട്ടുന്നു, അവരുടെ ശരീരത്തെ പുരട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അല്ല ലിമ തഫഅലൂന ഹാദാ, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്? നബി അവരോട് ചോദിക്കാൻ. അവർ പറഞ്ഞു, ഹുബ്ബുല്ലാഹി വറസൂലി, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഹുബ്ബ് കൊണ്ടാണ് നബിയെ, സ്നേഹം കൊണ്ടാണ്. നിങ്ങളോട് ഞങ്ങൾക്ക് അറപ്പില്ല, ഞങ്ങൾക്ക് വല്ലാത്ത ആവേശമാണ്. നിങ്ങളുടെ ശരീരത്തിൽ തട്ടിയ വെള്ളം ഞങ്ങളുടെ ശരീരത്തിൽ തട്ടുമ്പോ വല്ലാത്ത ആശ്വാസമാണ് നബിയെ. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ്, റസൂലുള്ളാഹിയോടുള്ള ഹുബ്ബ് കൊണ്ടാണ്. നബി പറയാണ് അങ്ങോട്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിനെ ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവും റസൂലും ആരെയെങ്കിലും സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ടത് ഫൽയസ്തുഖിൽ ഹദീസ്, അവൻ സത്യം പറയട്ടെ. വൽയുഅദ്ദിൽ അമാന, അവൻ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റട്ടെ. വലാ യുഅ്ദി ജാറഹ, അവൻ അവന്റെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ. നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് ഹുബ്ബുണ്ടോ? നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം. എങ്ങനെയെന്നറിയോ? നിങ്ങൾ സത്യം പറ. ഫൽയസ്തുഖിൽ ഹദീസ്, സംസാരിക്കുമ്പോൾ സത്യം പറ. അതുപോലെ തന്നെ വൽയുഅദ്ദിൽ അമാന, നിങ്ങൾ സത്യസന്ധത പുലർത്തും. ഒരാൾ ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് സത്യസന്ധമായി നിറവേറ്റും. ഒരു ജോലി ഏൽപ്പിച്ചാൽ, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് സത്യസന്ധമായി നിറവേറ്റും. എന്നിട്ട് പറ, ഞാൻ ഹബീബിന്റെ അനുയായിയാണ്, ഞാൻ ആരെയും ചതിക്കില്ല, ഞാൻ കളവ് പറയില്ല, ഞാൻ വഞ്ചിക്കില്ല. ഫലാ യുഅ്ദി ജാറഹ, അയൽവാസി ഉപദ്രവിക്കാതിരിക്കും. പറ, ഞാൻ എന്റെ നേതാവിനെ അനുകരിക്കുന്ന ആളാണ്, എന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് എന്റെ അയൽവാസി നിർഭയനാകും എന്ന് പറ. എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളെ സ്നേഹിക്കും. അതുപോലെ നിങ്ങൾക്കും അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കാൻ കഴിയും. ആലോചിച്ച് നോക്കുക, വെള്ളത്തിന് വേണ്ടി തിരക്ക് കൂട്ടിയവരോട് നബി ഉപദേശിച്ചു കൊടുക്കാൻ. ഹുബ്ബുണ്ടെങ്കിൽ കേവല പ്രകടനങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിന്റെ ഈ നന്മകൾ ശീലിച്ച് ഹബീബിനെ സ്നേഹിക്ക്, അള്ളാഹിനെ സ്നേഹിക്ക്, അള്ളാഹിന്റെ സ്നേഹം വാങ്ങ്, റസൂലുള്ളാഹിന്റെ സ്നേഹം വാങ്ങ് എന്ന് റസൂലുള്ള പഠിപ്പിച്ചു പോയെങ്കിൽ മാന്യ സഹോദരങ്ങളെ, ആ ഒരു വഴിത്താരയിലേക്ക് കടന്നു വരണം. നബിയുടെ സന്ദേശം, ജീവിത സന്ദേശം ലോകത്തിന് എത്തിച്ചു കൊടുക്കണം. ഹബീബിന്റെ കുടുംബജീവിതം എത്തിച്ചു കൊടുക്കണം. അത് പാലിക്കണം. നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഹബീബിനെ സ്നേഹിക്കുന്നവരാകണം, ഹബീബിനെ ഖൽബ് കൊണ്ട് ഏറ്റെടുക്കുന്നവനാകണം. അല്ലാഹുവേ, ആ റസൂലുള്ളാഹിന്റെ ചാരത്ത് സ്വർഗ്ഗത്തിൽ കഴിയാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തായി ജീവിക്കാനുള്ള ഭാഗ്യം തന്നെ അനുഗ്രഹിക്കണം.
അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതാന്ത്യം വരെ ആ റസൂൽ വരച്ചു കാണിച്ച വഴിയിലൂടെ നീങ്ങുവാനുള്ള തൗഫീഖ് തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പോരായ്മകളും കുറവുകളും ഉള്ളവരാണ് ഞങ്ങൾ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയവരാണ് ഞങ്ങൾ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് പ്രവാചകൻ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ചെയ്തികൾ കൊണ്ട് നിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു പോയ ആദർശത്തെ ആരും തെറ്റായി ധരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഹബീബിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് ആ റസൂലുള്ളാഹിയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള തൗഫീഖ് തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആ ഹബീബിനോടൊപ്പം ജീവിക്കാൻ നീ സൗഭാഗ്യം നൽകുന്നവരിൽ സാധുക്കളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളതിന് യോഗ്യരല്ല, ഒരുപാട് ഇബാദത്തുകൾ ചെയ്തവരല്ല. അല്ലാഹുവേ, ഒരുപാട് നന്മകൾ ഉള്ളവരല്ല, ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയവരാണ് നാഥ. നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി, നിന്റെ ഔദാര്യം നൽകി. അല്ലാഹുവേ, നീ അതിന് ഞങ്ങളെ യോഗ്യരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ യോഗ്യരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ബന്ധുജനങ്ങളെ നീ യോഗ്യരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, റസൂലുള്ളാഹിയുടെ ലിവാഉൽ ഹംദിന് കീഴെ നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, റസൂലുള്ളാഹിയുടെ ശഫാഅത്തുൽ ഉളമക്ക് വിധേയമാക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഹബീബിന്റെ കൈകൊണ്ട് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഹബീബിനെ കാണാൻ കഴിയുമാറ് പ്രവാചകന്റെ ചാരത്ത് ജീവിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ ഞങ്ങളെ കാണുമ്പോൾ ഹബീബ് തിരിച്ചറിയുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തന്നനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹബീബ് കൊതിച്ചതാണത്, നബി കൊതിച്ചതാണത്, ആഗ്രഹിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു ജീവിതത്തിന്റെ ഒരു വേളയിൽ എന്റെ ഇഖ്വാനുകളെ കാണാൻ എനിക്ക് കൊതിയാകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിയുടെ സഹാബത്ത് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലേ നബിയെ നിങ്ങളുടെ ഇഖ്വാനുകൾ? അല്ലാഹുവേ, ഞങ്ങളല്ലേ നിങ്ങളുടെ ഇഖ്വാനുകൾ എന്ന് സ്വഹാബികൾ നബിയോട് ചോദിക്കുമ്പോ നബി പറഞ്ഞു, അന്തും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്. എന്റെ ഇഖ്വാനുകൾ എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടിട്ടില്ലാത്ത, എനിക്ക് ശേഷം വരുന്ന എന്റെ ഉമ്മത്താണെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചല്ലോ, നബിയെ, അവരെ പരലോകത്ത് വെച്ച് കണ്ടാൽ തിരിച്ചറിയുമോ? താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? താങ്കളുടെ കാലശേഷം വരുന്നവരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് സ്വഹാബത്ത് നബിയോട് ചോദിച്ചപ്പോ റസൂലുള്ള പറഞ്ഞില്ലേ, കുറെ കറുത്ത കുതിരകൾക്കിടയിൽ കൈകാലുകൾ വെളുത്ത കുതിരകൾ നിന്നാൽ തിരിച്ചറിയാൻ വല്ല പ്രയാസവുമുണ്ടോ എന്ന് സഹാബത്തിനോട് നബി ചോദിച്ചപ്പോ സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, കുറെ കറുത്ത കുതിരകൾക്കിടയിൽ കൈകാലുകൾ വെളുത്ത കുതിരകൾ നിന്നാൽ വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് നബിയോട് സഹാബത്ത് പറഞ്ഞപ്പോ നബി പറയാണ്, ആ രൂപത്തിൽ വുളൂഇന്റെ അവയവങ്ങൾ പ്രകാശിക്കുന്ന രൂപത്തിൽ എന്റെ ഇഖ്വാനുകളെ പരലോകത്ത് കാണുമ്പോ ഞാൻ ആ പ്രകാശിക്കുന്നവരെ കണ്ട് തിരിച്ചറിയുമെന്ന് നിന്റെ നേതാവ് പഠിപ്പിച്ചെങ്കിൽ അല്ലാഹുവേ, ആ വുളൂഇന്റെ അവയവങ്ങൾ പ്രകാശിക്കുന്നവരായി നാളെ പരലോകത്ത് നിൽക്കാനുള്ള യോഗ്യത സാധുക്കളായ ഞങ്ങൾക്ക് തന്നനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അതിനുള്ള യോഗ്യത ഞങ്ങൾക്ക് തന്നനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഹബീബ് ഞങ്ങളെ കണ്ട് തിരിച്ചറിയണേ റഹ്മാനെ. അല്ലാഹുവേ, ഹബീബിനെ ഞങ്ങൾക്കും തിരിച്ചറിയാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ പാപങ്ങളും വിട്ടുപുറത്തും മാപ്പാക്കി തരണേ റഹ്മാനെ. ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ച ചെറുതും വലുതുമായ പാപങ്ങൾ കഴുകി വൃത്തിയാക്കി ശുദ്ധമായ നിലയിൽ മരിക്കാൻ, ത്വയ്യിബായി മരിക്കാൻ, പരിശുദ്ധരായി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ ബന്ധുജനങ്ങൾക്കും ഞങ്ങളുടെ സ്നേഹിതന്മാർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങൾക്ക് അവരെ തന്നതുപോലെ നിന്റെ അനുഗ്രഹ സമ്പൂർണ്ണമായ ജന്നത്തിലും സ്വർഗത്തിലും നീ അവരെ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ബർക്കത്ത് തരണേ റഹ്മാനെ. അല്ലാഹുവേ, റഹ്മത്ത് തരണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ എല്ലാ നിലക്കുള്ള ഐശ്വര്യവും തരണേ റഹ്മാനെ. കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഖിദ്മത്ത് ചെയ്യുന്ന 10,000 റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ പാതിരാത്രികളിൽ എല്ലാവരും ഉറങ്ങുമ്പോഴും നിന്റെ ഈ ദീനിന്റെ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി പാതിരാത്രികളിൽ ഉറക്കമളച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകർ അല്ലാഹുവേ, ഒന്നും ആഗ്രഹിക്കാതെ നിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് അവർ നടത്തുന്ന അധ്വാനങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവർ അനുഭവിക്കുന്ന ത്യാഗം നിനക്കറിയാം, അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിനക്ക് അറിയാം. അല്ലാഹുവേ, അത്തരത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ വിളക്കുകളായി വർത്തിക്കാനുള്ള തൗഫീഖ് തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പോരായ്മകൾ നികത്തിത്തരണേ റഹ്മാനെ. ജീവിതത്തിന്റെ നന്മകൾ ശീലിക്കാനും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുമുള്ള തൗഫീഖ് തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.
الأليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.